നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മലബാർ മാപ്പിള സംസ്കാരത്തെക്കുറിച്ചാണ്. മലബാർ മാപ്പിള സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ കൗതുകകരവും എന്നാൽ അതോടൊപ്പം മുഖ്യധാര ചരിത്രത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ട ഒരു അധ്യായമായിട്ടാണ് പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ഓരോ സംസ്കാരവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള മനുഷ്യരുടെ ജീവിതങ്ങൾ നമ്മോട് ഒരായിരം കഥകൾ പറയുന്നുണ്ട്. അവക്ക് ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് കൈമാറാനുണ്ട്. മലബാറിന്റെ കല, സാഹിത്യം, ചരിത്രം എന്നിവക്ക് പുറമെ നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് ഇഴകിച്ചേർന്ന ചില കാര്യങ്ങൾ, നമ്മുടെ പെരുന്നാള്, നമ്മുടെ കല്യാണം, നോമ്പ്, ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ അതിലേക്ക് ആഴ്ന്നിറങ്ങി പഠനം നടത്തുമ്പോഴാണ് നമ്മുടെ സംസ്കാരം എത്രത്തോളം വൈവിധ്യപൂർണമാണ്, എത്രത്തോളം സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ നമ്മൾ ഇപ്പോൾ സംസാരിക്കും മലബാറിലെ ഓരോ കൾച്ചേഴ്സ് അതിനെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ ഒരു സംസ്കാരത്തെ നമ്മൾ പെക്കുലറായിട്ട് സംസാരിക്കുമ്പോൾ അതിൽ എന്ത് ചെയ്യുക, നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് നോക്കുക. അപ്പോൾ ബാക്കിയുള്ള ഒരു സംസ്കാരം നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സംസ്കാരത്തെ നമ്മൾ എങ്ങനെ മാറി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ സംസ്കാരത്തെ പറ്റി നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ തൊട്ടപ്പുറത്തുള്ള നമ്മളിപ്പോൾ മലബാർ എന്ന് പറഞ്ഞാൽ ഒരു വടക്കൻ കേരളം ആ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. അപ്പോൾ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടുന്ന് നമുക്ക് പ്രകടമായിട്ട് നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു സാധനം നമ്മളെ ഭാഷയാണ്. നമ്മുടെ മുഖ്യധാര കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓരോരു പ്രധാനപ്പെട്ട ഒരു കണ്ടന്റാണ് എന്ത്, ഈ കണ്ണൂർ ഭാഗത്തുള്ള അല്ലെങ്കിൽ നമ്മളെ കോഴിക്കോട് ഭാഗത്തുള്ള മലപ്പുറം ഭാഗത്തുള്ള ഈ ഭാഷ. ഇപ്പോൾ മലപ്പുറത്താണ് അജ്ജ് അജ്ജ് അതുപോലത്തെ സാധനങ്ങൾ, കണ്ണൂർ കോഴിക്കോട് അനക്ക് എനക്കിൻ്റെ അതിൻ്റെ ഒരു ഡിഫറൻസ്, ആ സാധനങ്ങളൊക്കെ വ്യത്യസ്തമായ കണ്ടന്റായിട്ടും അല്ലെങ്കിൽ ഓൽക്കൊരു കണ്ടന്റായിട്ട് എന്ത് ചെയ്തിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മുടെ മലബാറിൻ്റെ ഭാഷാ വൈവിധ്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഭാഷയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അറബ് സ്വാധീനമുള്ള ഭാഷകളാണ്. കാരണം നമുക്കറിയാം മലബാർ എന്നുള്ളത് പണ്ട് കാലം മുതൽ അറബികളുമായിട്ട് പേർഷ്യക്കാരുമായിട്ട് ചൈനക്കാരുമായിട്ടൊക്കെ എന്നുള്ള കച്ചവടം ബന്ധങ്ങളുള്ള ഒരു കേന്ദ്രമാണ് എന്ത് മലബാർ എന്നുള്ളത്. അപ്പോൾ ആ ഒരു അവരുമായിട്ടുള്ള കച്ചവട ബന്ധം അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ആ ഒരു കൊടുക്കൽ വാങ്ങലുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഭാഷയുടെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം ദുനിയാവ് എന്നുള്ള പദം അത് നമ്മൾക്ക് വളരെ പരിചിതമാണ്. ഹാജത്ത് പോലത്തെ പല വാക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു മലബാർ വ്യക്തിയുടെ, മലബാറിലുള്ള ഒരാളുടെ തൊള്ളയിലേക്ക് ഇങ്ങനെ വരും. ഒരു അറബി മിശ്രിത മലയാളമായിരിക്കും അവരുടെ എന്നുള്ളത്. ഈ അറബിയുടെ ഭാഷ അല്ലെങ്കിൽ ഈ സംസ്കാരത്തെ കുറിച്ച് പറയുമ്പോഴേ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ സാധനം, അതായത് സംസ്കാരം ഒരു സമൂഹത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഷ ഒരു നാട്ടിൽ രൂപപ്പെട്ടു വരികയും അതിൻ്റെ തനതായ സംസ്കാരങ്ങൾ ആ സമൂഹത്തിൽ പ്രതിഫലിക്കും, സ്വാഭാവികമാണ്. അപ്പോൾ ലോകത്തെ എല്ലായിടത്തും അവർ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു. ഏത് നാഗരികതയാവട്ടെ എന്തുമാകട്ടെ. ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ അറിയാം, ഇന്ത്യയിൽ ആര്യ രാജവംശങ്ങൾ, മൗര്യ രാജവംശങ്ങളൊക്കെ ഭരിച്ചു പോയൊരു നാടാണ്. അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്ന് സീതി രാജവംശങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അമവിയ കാലഘട്ടത്തിൽ മുഹമ്മദ് ബിൻ ഖാസിമിന്റെ സൈന്യം ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അവരൊക്കെ വന്ന് ഇന്ത്യയുടെ മൊത്തത്തിൽ കൾച്ചറിനെ ബാധിച്ചു. പക്ഷെ കേരളം നോക്കി, കേരളം ഇന്ത്യൻ ഓഷ്യന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതായത് വേൾഡ് പൊളിറ്റിക്സിലും വേൾഡ് ഹ്യൂമാനിറ്റീസ് സ്റ്റഡീസിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ ഓഷ്യയിൽ നടന്നൊരു സംസ്കാരിക വിപ്ലവം നമ്മളെ ഒരു ഈ അടുത്തുനിന്നൊരു വർക്ക് അല്ലെങ്കിൽ ഈ റീസൈക്കിളിന്റെ സംഭവം, അതായത് ഈ കൾച്ചറുകളുടെ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഈ ഒരു സാധനം അല്ലെങ്കിൽ ഈ ഒരു വസ്തു അത് എത്രത്തോളമാണ് ഇത് ഇന്ത്യൻ ഓഷ്യനിൽ കിട്ടിയ സ്വാധീനവും മലബാർ തീരത്തേക്ക് വരുമ്പോൾ, കാരണം നമ്മളിപ്പോൾ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ മലയാളം മലബാർ ഈ രണ്ട് ടേമിലാണ്. കേരളം എന്നുള്ള വാക്കൊന്നില്ല. മലയാളം മലബാർ, മലയാള രാജ്യം അല്ലെങ്കിൽ മലബാർ, ഈ രണ്ട് ടെർമിനോളജികൾ ഈ ഹിസ്റ്ററി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഈ അറബികളുടെ പദങ്ങൾ നമ്മളിലേക്ക് വരിക എന്ന് പറയുമ്പോൾ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഈ പേർഷ്യൻ പദങ്ങൾ നമ്മുടെ ഭാഷയിൽ ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഈ അറബി മലയാളം തന്നെ കേന്ദ്രീകരിക്കപ്പെടുന്നത് ഈ ഒരു വസ്തുതയിലേക്ക് വരെ ചൂണ്ടിക്കൊണ്ടാണ്. അപ്പോൾ ഈ അന്ന് ഈ ഡൽഹി സുൽത്താനേറ്റ് ആരംഭിച്ച സമയത്ത് വരെ നമ്മുടെ കേരളവുമായിട്ട് അല്ലെങ്കിൽ മലബാറുമായിട്ട് മാപ്പിളയുമായിട്ട് എന്തുണ്ട്, നയതന്ത്ര ബന്ധങ്ങളുണ്ട്. ഇസ്ലാമിക് ഗോൾഡൻ ഏജിൽ ബഗ്ദാദിലേക്ക് സ്വർണം കൊണ്ടുപോയിരുന്നത് ഇവിടെ നിന്നുള്ള ഒരു ചരിത്രരേഖ ഉണ്ട്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ നിന്ന് മാപ്പിള തീരത്ത് നിന്ന് സ്വർണം ഉത്പാദിക്കപ്പെട്ട സംഭവങ്ങളുണ്ട്. അപ്പൊ ഇത്രയും ഡീപ്പ് സ്റ്റേറ്റിൽ നമ്മുടെ കൾച്ചർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ സംസ്കാരങ്ങൾ, നമ്മുടെ ഭാഷ, നമ്മുടെ കൾച്ചറുകൾ ഇവിടെ എന്തൊക്കെയുണ്ട്, അതാണ് നമ്മളെ ആകർഷിക്കുന്നത്. നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അതാണ്. അത് നമ്മൾ ഇവിടെ എന്തൊക്കെ ഉത്പാദിപ്പിച്ചെടുത്തു. ഒരു ഡൽഹി കേന്ദ്രീകരിച്ച് പഠിക്കുന്ന ഒരു ഹിസ്റ്റോറിക്കൽ സ്റ്റഡിയിൽ അവർ പറഞ്ഞൊരു കാര്യം, അതായത് ലോധി രാജവംശത്തിന്റെ ആർക്കിടെക്ചർ കടമെടുത്തുകൊണ്ടാണ് മുഗൾ രാജവംശം ഉണ്ടാക്കുന്നുണ്ട്. ബാബയുടെ ആർക്കിടെക്ചർ അത് ലോധി രാജവംശത്തിന്റെ ടെക്നിക്കാണ്. അപ്പോൾ പക്ഷെ മലബാരികൾ അന്ന് മുഗൾ വംശം ഉണ്ടായിരിക്കെ തന്നെ എന്തുകൊണ്ട് അവർ മുഗൾ വംശത്തിന്റെ വസ്തുതകൾ എടുത്തില്ല? അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം
അന്ന് ലോകത്ത് അല്ലെങ്കിൽ ലോകധാരയിൽ തന്നെ ഏറ്റവും മുമ്പ് നിൽക്കുന്ന മുഗൾ സാമ്രാജ്യത്തിന്റെ വസ്തുതകൾ അംഗീകരിക്കാത്തതാണ് മലയാളി അല്ല. പക്ഷെ സ്വന്തം സംസ്കാരത്തെ എടുത്തു കാണിക്കണം. അതായിരുന്നു അവിടെ ചെയ്തത് കൃത്യമായിട്ട് പറഞ്ഞു. നമ്മളിപ്പോ ഇതിൽ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, മുഗളന്മാരുടെ ഭാഷ അല്ലെങ്കിൽ ഓരോ സാധനം എടുത്തില്ല. കാരണം നമുക്ക് കുറച്ചുകൂടി എന്തുണ്ട്, അറബുകളായിട്ട് ബന്ധമുണ്ട്, അറബുകളായിട്ട് കൊടുക്കൽ വാങ്ങലുകളുണ്ട്. അപ്പോൾ പലപ്പോഴും പക്ഷേങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ തുടക്കത്തിൽ പറഞ്ഞ ഒരു മാറ്റി നിർത്തപ്പെടുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, നമ്മളെ ഭാഷ അല്ലെങ്കിൽ നമ്മളൊരു സാധനം എന്തിട്ടുണ്ട് പലപ്പോഴും മാറ്റി നിർത്തപ്പെട്ട ഒരു സാധനമാണ്. അല്ലെങ്കിൽ പക്ഷേങ്കിൽ ആ ഒരു മാറ്റി നിർത്തപ്പെടലിന് ഇപ്പൊ ഒരു മാറ്റം വന്നിട്ടുണ്ടോ നമുക്ക് അതിലൊരു ചിന്തിക്കേണ്ട സാധനമാണ്. ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ മുഹമ്മദ് ബിൻ തുഗ്ലക് അദ്ദേഹത്തിന്റെ സൈന്യാധിപനും ന്യായാധിപനും ഡിപ്ലോമാറ്റുമാണ് ആര്? ഇബ്നു ബത്തൂത്ത. ഇബ്നു ബത്തൂത്ത എത്രയോ വർഷങ്ങൾ ഡൽഹിയിൽ താമസിച്ചതിന് ശേഷം ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ആജ്ഞപ്രകാരം ഏതോ രാജാവിന് ഒരു സമ്മാനങ്ങൾ കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ബത്തൂത്ത പുറപ്പെടുന്നത്. അപ്പൊ ബത്തൂത്ത പുറപ്പെടുമ്പോൾ ബത്തൂത്തയുടെ കപ്പല് ഈ കോഴിക്കോട് കടപ്പുറത്ത് ഈ ഒരു അതിന് നാശം സംഭവിക്കുകയും അപ്പൊ ബത്തൂത്ത ഇവിടെ തങ്ങാൻ, പക്ഷെ ബത്തൂത്ത സാമൂതിരിക്കൽ വന്നിട്ട് ഒരിക്കലും മുഗൾ രാജവംശത്തിന്റെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കണം അല്ലെങ്കിൽ ഇവിടെ മുഗളെ പറ്റൂ അങ്ങനൊന്നും പറയുന്നില്ല. കാരണം ബത്തൂത്ത ഒറ്റ നോട്ടത്തിൽ ആസ് എ വേൾഡ് ട്രാവലർ അദ്ദേഹം മനസ്സിലാക്കി എന്താ അറിയോ, ഇവിടെ സ്പെസിഫൈഡ് കൾച്ചർ ഉണ്ട്, ഈ നാടിനെ ഈ നാടാക്കി മാറ്റുന്ന ഒരു തരത്തിലുള്ള എന്തോ ഒരു വസ്തുത ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയും മലയാളിയെ മലയാളി കണ്ടാ തിരിയുന്നുള്ളത്, അത് മലയാളിയുടെ ചില ഡയലോഗ്സുകൾ. അപ്പൊ അതുപോലെ മലബാറുകാരനാക്കി എന്തോ ഈ നാട്ടിലുണ്ട് ബത്തൂത്ത മനസ്സിലാക്കാണ്. പിന്നെ ബത്തൂത്ത തിരിച്ചു പോകണില്ല, അത് രാജഭയം കൊണ്ടാണെന്ന് പറയപ്പെടുന്നു, എന്താണെന്ന് അറിയില്ല. എന്നാലും ആ ഒരു വസ്തുതകളുടെ പിന്നിൽ ബത്തൂത്ത ഇവിടെ നിന്ന് ഇരുന്ന ഒരുപാട് ടെക്നിക്കുകൾ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പഠിച്ച ഒരുപാട് സംസ്കാരങ്ങൾ, അതിന്റെ ഗതികളൊക്കെ 14ാം നൂറ്റാണ്ടിൽ കേരളത്തെ പഠിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് റെഫർ ചെയ്യപ്പെടുന്ന ഗതികളാണ്. അപ്പോൾ ഈ ഒരു കടൽ ബേസ് ചെയ്ത് വന്ന മൊറോക്കൻ സഞ്ചാരി അദ്ദേഹം ഇത്രത്തോളം അത്ഭുതപ്പെട്ടുവെങ്കിൽ അദ്ദേഹം മുഗളിന്റെ ന്യായാധിപനായിട്ട് പോലും കേരളത്തെ സംസ്കാരത്തെ മാറ്റേണ്ട ആവശ്യമില്ല. മലബാറിന്റെ മാപ്പിള അന്നതുള്ളൂ, മലയാളം അല്ലെങ്കിൽ മാപ്പിള, അതിന്റെ സംസ്കാരത്തെ നിങ്ങൾ മാറ്റേണ്ടതില്ല. ആ ഒരു തത്വം, ആ ഒരു എന്തോ ഒരു വസ്തുതകളടങ്ങിയ ഒരുപാട് അസ്തിത്വ കേന്ദ്രങ്ങൾ നമ്മളിലുണ്ട് എന്നുള്ളത് വല്ലാതെ സൂചിപ്പിക്കുന്ന ഒരു വസ്തുത കൂടിയാണ്. അതുപോലെ ഈ മലബാറിന്റെ ഭാഷയിൽ അതുപോലെ ആർക്കിടെക്ചറിലൊക്കെ ഈ കൊടുക്കൽ വാങ്ങൽ പറയും. അപ്പോൾ ഈ ബെർണാഡ് ലൂയിസ് അദ്ദേഹം മിഡിൽ ഈസ്റ്റ് ബേസ് ചെയ്തിട്ട് അതിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു ചരിത്രകാരനാണ്. എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് പഠിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് പുറമെ അദ്ദേഹം ഒട്ടോമൻ ആർക്കൈവ്സുകളും അതുപോലെ തന്നെ രാജഭരണങ്ങളുടെ ആർക്കൈവ്സുകളൊക്കെ തപ്പിയിട്ട് അവിടെ നിന്ന് കൃത്യമായിട്ടുള്ള രേഖകളോട് കൂടി ചരിത്രം രചിച്ചൊരു വ്യക്തിയാണ്. ചെങ്കുബറിന്റെ മെറ്റീരിയൽ സിസ്റ്റഡിക പോലെ അതാണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു അറബി ഭാഷയെക്കുറിച്ച് അതുപോലെ തന്നെ ഫാരിസി ഭാഷയെക്കുറിച്ച് പേർഷ്യൻ ഭാഷയെക്കുറിച്ച് അദ്ദേഹം ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. അതായത് എറ്റിമോളജി എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ വിൽപ്പത്തി ശാസ്ത്രം, പദങ്ങൾ എങ്ങനെ ഉണ്ടായി, ഒറിജിനെ പറ്റി മറ്റു ഭാഷകളിൽ നിന്ന് കടം കൊടുത്തിട്ടുള്ള ഈ വിഷയങ്ങളൊക്കെ പഠിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ അറബി ഭാഷ അതുപോലെ തന്നെ പേർഷ്യൻ ഭാഷ അത് എവിടെയൊക്കെ പോയാലും, അറബികളെ നമുക്കറിയാം, അവർ ഇസ്ലാമിൻ്റെ ഒരു ആവിർഭാവത്തോടു കൂടി പിന്നെ ധാരാളമായിട്ട് കീഴടക്കലുകൾ നടത്തണം. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് അവർ ചെല്ലുന്ന ഏതൊരു സ്ഥലത്തും അറബി നശിപ്പിക്കപ്പെടുകയല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഗ്രീക്കുകാരെ കുറിച്ച് പറയാറുണ്ട്, ഗ്രീസിനെ ആരെങ്കിലും അടിച്ചമർത്തിയാൽ, അവരാരെങ്കിലും കൈയടക്കിയാൽ അവർക്ക് ഈ കൈയടക്കുന്നവർക്ക് ഗ്രീസിനെ സ്വാധീനിക്കാനാവുകയില്ല, മറിച്ച് ഗ്രീസ് എന്ത് ചെയ്യും, കൈയടക്കുന്നവരെ സ്വാധീനിക്കും എന്ന് പറയാറുണ്ട്. എന്നാൽ അറബിയുടെ കാര്യത്തിൽ അതൊന്നും സംഭവിക്കുന്നില്ല. അറബി എവിടെ പോയാലും അറബി അതിൻ്റെതായ സ്വാധീനങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലബാറിലും വളരെ കാലം മുമ്പേ, അതായത് നൂറ്റാണ്ട് മുമ്പേ അവരെന്ത് ചെയ്തിട്ടുണ്ട്, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അവരെന്ത് ചെയ്തിട്ടുണ്ട്, മലബാറിൻ്റെ പൊന്നാനിയിലും കാപ്പാടും ഒക്കെ അവർ വരികയും അപ്പോൾ ഇതിൻ്റെതായിട്ടുള്ള ഒരു കൊടുക്കൽ വാങ്ങലുകൾ ഭാഷയിൽ എന്ത് ചെയ്യും കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആർക്കിടെക്ചർ, ഇപ്പോൾ ഇസ്ലാമികമായിട്ടുള്ള ഒരു ആർക്കിടെക്ചർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാപ്പിളമാരുടെ ആർക്കിടെക്ചറും അതുപോലെ തന്നെ മൊത്തത്തിൽ കേരളത്തിലെ ഒരു ഇസ്ലാമിക ആർക്കിടെക്ചർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു യൂണിവേഴ്സൽ ആർക്കിടെക്ചറാണ്. അതായത് പെക്യുലർ ആയിട്ടുള്ള ഓരോ പ്രദേശത്തും ഉള്ളതിനപ്പുറം ഇസ്ലാം ഇതേപോലെ ഓരോ സ്ഥലങ്ങൾ കീഴടക്കുമ്പോൾ അവിടുത്തെ ആർക്കിടെക്ചറുകൾ പഠിക്കുകയും അതിന് സ്ഥിരോത്സാഹം കാണിച്ചിരുന്ന വ്യക്തികളായിരുന്നു ഇസ്ലാമിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ അവരത് പഠിക്കുകയും അതിലേക്ക് അവരുടേതായിട്ടുള്ള കുബ്ബയും മറ്റ് സെറ്റപ്പുകളൊക്കെ ചേർത്തിട്ട് അവരുടെ കാര്യങ്ങൾ ചേർത്തിട്ട് അവരുടെ കണ്ടുപിടുത്തലുകളും അതുപോലെ തന്നെ അവരുടെ മോഡിഫിക്കേഷൻസ് ഒക്കെ ചേർത്തിട്ട് പുതിയൊരു സാധനം, അതായത് അവരുടേത് തനതായിട്ടുള്ള ഒരു സംഭവം എന്ത് ചെയ്യും അവർ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം എത്രത്തോളം എന്ന് വെച്ചാൽ ഈ താജ്മഹലിനെ കുറിച്ച് പറയാനുണ്ട്. അതായത് നമ്മളെ സുലൈമാനിയ മോസ്ക് ഉണ്ടല്ലോ, ഇവിടുത്തെ തുർക്കിത്തെ. അപ്പോൾ അത് നിർമ്മിച്ച ആർക്കിടെക്റ്റ് എവിടേക്ക് വന്നിട്ടുണ്ട്, ഇവിടെ മീമർ സിനാൻ. അദ്ദേഹം വന്നിട്ടുണ്ട് ഇവിടെ താജ്മഹൽ നിർമ്മിക്കുന്നതിന് ഷാജഹാൻ അസിസ്റ്റ് ചെയ്യാൻ എന്തിട്ടുണ്ട്, അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലിപ്പോൾ തെക്കൻ കേരളത്തിൽ ഇത്തരം ശില്പങ്ങൾ ഉണ്ട് എന്ന് വെച്ചാൽ ഇസ്ലാമിക് ആർക്കിടെക്റ്റുകൾ ഉണ്ട്. എന്നാലും
നമ്മുടെ ഈ ഒരു മാപ്പിള പ്രദേശത്തുമൊക്കെ ഉള്ളത് ഒരു യൂണിവേഴ്സൽ ഇസ്ലാമിക് ആർക്കിടെക്റ്റിന്റെ ഭാഗമായിട്ടാണ് ഈ മാപ്പിള ആർക്കിടെക്റ്റുകൾ അധികം എന്ത് ചെയ്യുന്നത് വരുന്നത് നമ്മൾ എന്നുള്ളതാണ്. ഭാഷനെ പറ്റി സംസാരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഒരു മലയാളം വേറെ മലബാർ വേറെ എന്നുള്ളൊരു സാധനം ഉണ്ടെന്ന്. അപ്പൊ ഈ ശരിക്ക് ഹുസൈൻ രണ്ടത്താണിയെ പോലത്തെ എന്ത് ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ എന്തുണ്ട്, ഈ മലയാളം എന്നുള്ള സാധനം തുഞ്ചത്ത് എഴുത്തച്ഛനിലൂടെ എന്ത് ചെയ്യുമ്പോൾ ആവിർഭവിക്കുമ്പോൾ തുഞ്ചത്ത് എഴുത്തച്ഛനാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഭാഷനെ ഒരു കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യണത് എക്സിക്യൂട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇപ്പോൾ നമുക്കറിയാം മണിപ്പറവാളം എന്നുള്ള ഒരു സംഭവം ഒരു ഭാഷ രൂപത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഈ സാധനം മലയാളം എന്നുള്ളൊരു പ്രത്യേക ഭാഷ എന്താണ് ഉരുത്തിരിഞ്ഞ് വരുന്നത്. അപ്പോൾ ആ ഉരുത്തിരിഞ്ഞ് വരുന്നതിന് മുമ്പ് തന്നെ മലബാറിലൊരു ഭാഷ നിലനിന്നിരുന്നു എന്ന് ഹുസൈൻ രണ്ടത്താണെ പോലത്തെ ആൾക്കാർ എന്തിട്ടുണ്ട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ മണിപ്രവാളത്തു നിന്ന് വരുന്ന മലയാളം എന്നുള്ളത് കുറച്ചുകൂടി സംസ്കൃത ചുവയുള്ള മലയാളക്കാരം. അപ്പോൾ പക്ഷേങ്കിൽ നമ്മളൊരു ഭാഷയ്ക്ക് ഏറ്റവും കൂടുതൽ എക്സ്പോഷർ കിട്ടുക എങ്ങനെയാണ്, ഓരോ രചനകളിലൂടെ അല്ലെങ്കിൽ സാഹിത്യം, കഥ, കവിത, നോവൽ സാധനങ്ങളിലൂടെയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ മലയാളത്തിൻ്റെ മുഖ്യധാര സാഹിത്യം എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു മലബാറിൻ്റെ ഭാഷ ആ ഒരു മലബാർ ഏരിയയിലുള്ള ഭാഷ എപ്പോൾ എന്താണ് അത്ര കാണാൻ പറ്റില്ല. നമുക്ക് ബഷീർ ഉണ്ട്, ബഷീർ എഴുതി, ബഷീർ ഒരുപാട് അദ്ദേഹം നമ്മളെ ഭാഷ ഏറ്റവും കൂടുതൽ മലയാള സാഹിത്യത്തിന് പരിചയപ്പെടുന്ന ബഷീറാണ്. പക്ഷെ ബഷീർ കഴിഞ്ഞതിന് ശേഷം ഉറൂബ് കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ പിന്നെ രണ്ടാമതൊരു ബഷീർ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. അതിനൊരു ആവശ്യകത നമുക്കുണ്ട്. അപ്പോൾ പക്ഷെങ്കിൽ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അരികിൽ കയറിക്കുന്നുണ്ട്. നമ്മൾ ഇതിനൊരു രസകരമായ സാധനം പറയല് ഈ 2020 അന്തരിച്ച മറ്റേ ജ്ഞാനപീഠം ജേതാവ് അക്കിത്തം മസ്ജിദ് നമ്പൂതിരി മൂപ്പര് ചെറുപ്പകാലത്ത് മൂപ്പര് വള്ളത്തോളിൻ്റെ അടുത്ത് പോയിട്ട് എന്താ പറയണേ, എനിക്ക് സാഹിത്യകാരനാവണമെന്ന് പറയും. അപ്പോൾ എനിക്ക് സാഹിത്യകാരനാവണമെന്ന് പറയുമ്പോൾ മഹാകവി വള്ളത്തോൾ അദ്ദേഹത്തോട് പറയണത് നിങ്ങൾ എന്ത് ചെയ്യണം, സംസ്കൃതം പഠിക്കണം, സംസ്കൃതം പഠിച്ചാലേ എന്ത് പറ്റുള്ളൂ, സാഹിത്യകാരനാവാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഒരു സംഭവം നമ്മളൊരു മഹാകവി, മലയാളത്തിൻ്റെ മഹാകവി, അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തെ പറ്റി അദ്ദേഹത്തെ വീക്ഷണമാണ് പറയണത്. ഒരു സാധനം സാഹിത്യമാണെങ്കിൽ സംസ്കൃതം പഠിക്കണം, സംസ്കൃതം ചേർന്ന മലയാളം എന്തുള്ളൂ, സാഹിത്യമുള്ളൂ എന്നുള്ളൊരു സാധനം. അതെന്താണ്, അത് നമ്മൾ മലബാർ ഭാഷ എന്ത് ചെയ്യല്ലോ ഒരു സൈഡ് ഒരു മാർജിനലൈസ് ചെയ്യപ്പെടാനുള്ള ഈ കാരണമായിരിക്കും. വീക്ഷണങ്ങളുടെ കാര്യം പറയുമ്പോഴേ അത് മലബാറിനെയും മാപ്പിളയെയും മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ്. കാരണം നമ്മളിപ്പോ ലിറ്ററസി, ആ നിരക്ഷരത, മലബാർ മാപ്പിള മുസ്ലിങ്ങൾക്ക് നമ്മളിപ്പോഴും ആ ഒരു ബാക്ക്വേർഡ് കാറ്റഗറി ആയിട്ടാണ് പൊതുസമൂഹം നമ്മളെ കാണുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ നമുക്ക് പൊതുസമൂഹത്തിൽ എഴുത്തും വായനയും നമുക്ക് അറിയാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ എഴുത്തും വായനയ്ക്കും ചുവട് വെക്കാൻ നമ്മൾ എന്നോ മറന്നുപോയിരിക്കുന്നു. ആ ഒരു ചിന്തയാണ് പൊതുസമൂഹത്തിൽ ഒരു മലയാളിയതക്ക് മുന്നിൽ തന്നെ മാപ്പിളയോടെ ചിത്രീകരിക്കുന്നത്. അതായത് മലയാളി അവരെക്കാൾ മനോഹരമായിട്ട് അറബികളോട് സംവദിച്ച, ഡച്ചുകാരോടും പോർച്ചുഗീസുകാരോടും സംവദിച്ച പിതാക്കന്മാരുടെ പാരമ്പര്യമുള്ള മക്കളാണ് എന്നുള്ളത് അവർ മറക്കണില്ല. അപ്പോൾ അവർ മറന്നുപോയൊരു കാര്യത്തെ അവർ വീണ്ടെടുക്കുന്ന സമയമായിട്ടുണ്ട്. കാരണം നമ്മൾ അറബി മലയാളത്തെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കൈകാര്യം ചെയ്ത വേറൊരു, ഈ അറബി മലയാളത്തിന് ഹിസ്റ്റോറിക്ക് പറയുമ്പോൾ വേറെ കുറെ പറയാനുണ്ടെങ്കിലും അത്രയും മനോഹരമായിട്ട് അറബികളോട് സംവദിക്കുകയും ഈ നാടിനെ മലബാറിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ അതിന്റെ തനതായ ശൈലി മാറ്റിയെടുത്ത് ഇന്ത്യയെ ഒരു സ്പെസിഫിക് കൺട്രിയിൽ നിന്ന് ഒരു നോമിനേറ്റഡ് സാധനത്തിൽ നിന്ന് ഒരു ഡെഫിനിഷനിൽ നിന്ന് മൊത്തമായിട്ട് മാറ്റി. ഇപ്പൊ നമ്മളെ ശ്രീലങ്കയുടെ ഭാഗത്തു നിന്നും ഈ വ്യക്തമായിട്ടുള്ള സാധനം കാണാൻ പറ്റുന്നുണ്ട്. ഈ അറബികളുടെ വരവും ജീരാന്തങ്ങളുടെ അടുത്ത് നിന്ന് ഒരുപാട് ശേഖന്മാരൊക്കെ ശ്രീലങ്കയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നിന്ന് മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടത് ആ ഒരു ഇന്ത്യൻ ഓഷ്യൻ ആ ഒരു സാധനം ട്രൈഡ് പ്ലസ് കൾച്ചർ, ആ ഒരു സാധനത്തെ മനോഹരമായിട്ട് ഫലപ്രദമാക്കിയത് നമ്മുടെ മലയാള ഭാഷ തന്നെ, അത് നമ്മുടെ മാപ്പിളമാരുടെ ഭാഷയാണ്. പക്ഷെ അത് ഇന്ന് എന്തൊക്കെയോ സംഭവിച്ച് മാറിപ്പോയി. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇന്നില്ല, അങ്ങനെ ഒരു ഓളജികൾ ഇന്നില്ല, ഇസങ്ങളൊന്നും ഇല്ല. അന്ന് എവിടേക്കോ ആണത്. അത് മാപ്പിള ഇന്ന് വേറൊരു സാധനമായിട്ട് കാണാൻ, വേറൊരു വസ്തുവായി ചിത്രീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫിഗർ, ഈ സാധനത്തെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പൊ നമ്മൾ എന്ത് വേണം, മുഖ്യധാരാ സാഹിത്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങേണ്ട ആവശ്യകത എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതില്ലാതെ ഒന്നും നടക്കൂല തന്നെയാണ് കൃത്യമായി. കവിതകളൊക്കെ കൂടുതലായി എഴുതപ്പെട്ടത് അച്ചടി മലയാളം എന്ന് പറയപ്പെടുന്ന സംസ്കൃതം കലർന്ന അങ്ങനെ മലയാളത്തിലാണ് പറയപ്പെടുന്ന പറയുന്നത്. സോ കോൾഡ് അച്ചടി മലയാളം. പക്ഷെ ബഷീറിനെ പോലെ മലബാരി ഭാഷയിൽ പരീക്ഷണം നടത്തി വിജയിച്ച ആളുകളുമുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരുപാട് രചനകൾ നമ്മുടെ തനതായ ശൈലി, തനതായ സംസ്കാരം വരച്ചു കാട്ടിക്കൊണ്ട് പല കൃതികളും വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഈ അച്ചടി ഭാഷയിൽ രചിച്ച ആൾക്കാരെക്കാളും കൂടുതൽ ഓർക്കപ്പെടുന്ന ബഷീറായിക്കാരം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഷയുടെ സാധനം കൊണ്ട് ഇപ്പോൾ നമ്മളെ പറയുന്നുണ്ട് ഈ ആട് പെറ്റ വിഷയത്തിൽ ഡും എന്നൊരു ശബ്ദം, അത് മാത്രം ആടിനെ പെറ്റിനെ മുപ്പര് വർണ്ണിച്ച ഡും ഒരു ശബ്ദം. മലയാള നിഘണ്ടുവിലില്ലാത്ത പല വാക്കുകളും കുറേ പദങ്ങൾ, അണ്ടകടാഹം പോലത്തെ പദങ്ങളൊക്കെ എന്നുള്ള സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഈ ഇന്ദുലേഖനെ കുറിച്ച് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ പറയാറുണ്ട്. ഈ ഒരു വിഷയത്തിൽ നിശ്ചിതമായിട്ട് വിമർശിക്കപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ അദ്ദേഹം ഒരു പരിഹസിക്കാൻ വേണ്ടിയിട്ട് മൈക്കുണാഞ്ചൻ നിഘണ്ടുവിലില്ലാത്ത സാധനമാണ്. അത് മലബാറിലെ വല്യമ്മമാരും വല്യപ്പമാരും കുട്ടികളോട് ദേഷ്യം പിടിക്കുമ്പോ അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടാകുമ്പോ ആ ഒരു സംവദിക്കുന്ന ഒരു ഭാഷയുടെ രൂപമാണത്. അതുപോലെ ഇപ്പോൾ ഈ സാഹിത്യത്തിൻ്റെ എന്ന് പറഞ്ഞാലേ, ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് ധാരാളം ഈ ഒരു എഴുത്ത് പരീക്ഷണങ്ങൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ പറഞ്ഞാലേ, കുറച്ച് മുമ്പൊക്കെ പറഞ്ഞാൽ ഈ നമ്മളെ
ശബ്ദധാരാവലി തുറന്നിരുന്നിട്ട് അതിലെ ഏറ്റവും ശക്തമായ ആരും വാക്കുകൾ, കാണാത്ത വാക്ക്, ഇതുവരെ ആരും ഉപയോഗിക്കാത്ത വാക്ക് ഉപയോഗിക്കുക. അതിൽ ഏറ്റവും നല്ല വാക്കുകൾ എഴുതിയെടുത്തിട്ട് അത് വെച്ച് കവിത എഴുതിയിരുന്ന ഒരു കാലത്ത് നിന്ന്, അഥവാ വളരെ ശക്തമായിട്ടുള്ള ഒരു ഇമിറ്റേഷൻ, ഒരു അനുകരണത്തിന്റെ കാലത്ത് നിന്ന് മാറിയിട്ട് ഇന്നിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സ്വന്തം ഭാഷയിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം കൾച്ചറിന്, അതുപോലെ സ്വന്തം ജീവിത ചുറ്റുപാടിന് അതിൽ നിന്ന് ഉരുത്തിരിയുന്ന കഥകളാണ്, സ്വന്തം ജീവിതത്തിന്റെ പാഠങ്ങളിൽ നിന്ന് ഉരുത്തിരിയുന്ന കഥകളാണ് ഇന്ന് അധികം വരുന്നത്. അതുപോലെ തന്നെ കവിതകളൊക്കെ ആ ഒരു രീതിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ഈ മലബാറിന്റെ ഭാഷ അന്യവൽക്കരിക്കപ്പെടാന്ന് പറയുമ്പോൾ നമ്മൾ പക്ഷേ ഇപ്പോൾ ഒരു മാറ്റത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ പീരീഡാണ് നമുക്ക് തോന്നും. കാരണം എന്താ പറയുക, ഈ പാട്ടിന്റെ വിഷയത്തിൽ നമ്മൾ പറയുമ്പോൾ പാട്ടിൽ പലപ്പോഴും നമ്മൾ ഭാഷ ഉപയോഗപ്പെടുത്തുന്നത്. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ ആരുടെയൊക്കെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതുപോലെ ഒരു ഫസ്റ്റ് വരുന്ന സാധനം ഒന്ന് ഡബ്സി, ബേബീസിനെ പോലത്തെ മലബാറികൾ മലബാറിന്റെ ഭാഷയുടെ താളത്തിനൊത്ത് എഴുതിയ സാധനങ്ങളെക്കാരും എന്തുണ്ടാവുക അധികം മുന്നിലുണ്ടാവും. അതേപോലെ വ്യത്യസ്ത സിനിമകളിൽ ഞാൻ പറയുകയാണ്, വ്യത്യസ്ത സിനിമകളിൽ എന്താണ് ഈ ഒരു മലബാറി കൾച്ചർ, മലബാറി ഭാഷയും ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിനെതിരെ ചില വിമർശനങ്ങളും നിരൂപണങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും വളരെ ഇപ്പോൾ മുഖ്യധാര സിനിമകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൽ മുഹ്സിൻ ബരാർ എന്ന് പറഞ്ഞ ഒരു ലിറിസിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഒരു ഗാനരചയിതാവും തിരക്കഥാകൃത്തൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞൊരു സാധനം ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ രചിച്ച എൻ്റെ 2 വരികളിലാണ് ഇതിട്ടുള്ളത്, ഞാൻ എൻ്റെ പൊളിറ്റിക്സ് ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞാണ് ഉപരി പറയുന്ന സാധനം മഴയുടെ പര്യായമാണെന്നുള്ളതാണ് ഒരു സാധനം. ഈ മഴയുടെ പര്യായം എന്ന് പറഞ്ഞാൽ മഴ എന്ന് ഞാൻ പറയുന്ന സാധനം, കാരണം മഴ കൊള്ളുമ്പോൾ ഞാൻ പറയുന്ന മഴ അതെന്താണ്, ഓൻ്റെ മഴയാണ്. ഇത് രണ്ടും എന്ത് ചെയ്താൽ മതി, പരസ്പരം അംഗീകരിച്ചാൽ മതി, രണ്ടും ഒന്നാണ് എന്നുള്ളൊരു സാധനം. അതേപോലെ സമഗമ സമഗരിമ എന്ത് 2 ഭാഷയ്ക്ക് എന്തുണ്ട്, ഏത് ഭാഷയാണ് 2 നല്ല ഏത് ഭാഷക്കാണെങ്കിലും അല്ലെങ്കിൽ ഏത് സ്ലാങ്ങിനാണെങ്കിലും എന്തുണ്ട്, അതിൻ്റേതായ ഗമ ഉണ്ടാവുന്ന ഒരു സാധനം മൂപ്പര് പറയണത്. പക്ഷേ ആ ഒരു രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ പാട്ട് രംഗമാണെങ്കിലും സിനിമാ രംഗമാണെങ്കിലും ഒക്കെ മാറിപ്പോകുന്നത് എന്താണ്, നമ്മളെ മലബാർ ഭാഷയ്ക്ക് എന്താണ് ഒരു പ്രതീക്ഷ നൽകുന്ന സാധനം. അതേപോലെ സാഹിത്യത്തിലും ഈ ജിന്ന് ഉറുക്കു പോലത്തെ മലബാർ കേന്ദ്രീകൃതമായ കൾച്ചറുകൾ എന്ത് ചെയ്യുന്നുണ്ട്, എഴുതപ്പെടുന്നുണ്ട് എന്നുള്ളത് എന്താണ്, മലബാറിന്റെ ഭാഷ ഒരു മാറ്റത്തിലേക്ക് ഉള്ള പോക്കാണോ എന്നുള്ളതിനൊരു ശുഭസൂചകമായ സംഭവങ്ങളാണ്. ഈ ഒരു മലബാറിന്റെ ഭാഷ എന്നതിലുപരി അത് സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞു, ഈ ഭാഷകൾ തന്നെ ഇപ്പൊ രാവിലെ വീട്ടിലേക്ക് ആരെങ്കിലും കയറി ചെന്ന് തന്നെ സലാം പറഞ്ഞിട്ട് മുസ്ലിമിടെ സലാം പറയും, അല്ലെങ്കിൽ ആ സംഭവം നമസ്കാരം പറഞ്ഞ്. അപ്പോൾ ആ ഒരു സ്വമേധയ ആതിഥ്യ മര്യാദയും മറ്റ് കാര്യങ്ങളും എല്ലാം കൂടിച്ചേർന്നുണ്ടായ ഒരു പ്രത്യേക തരം കൾച്ചർ നമ്മൾ രൂപപ്പെട്ട് കഴിഞ്ഞു. ഭാഷയിൽ നിന്ന് കൾച്ചർ രൂപപ്പെട്ട് കഴിഞ്ഞു. ഇനി ഒരുപാട് നമ്മൾ പന്തുകളി പോലെ, അല്ലെങ്കിൽ ഫുഡിന്റെ വിഷയം, ആ ഫുഡിന്റെ വിഷയമൊക്കെ ഈ 2 സാധനങ്ങൾ കൂടി ചേർത്ത് വെക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കാലിൽ കിടക്കുന്ന പന്തും അതുപോലെ തന്നെ ഉണ്ണുന്ന ചോറും അതും അങ്ങനെയുള്ള സംഭവങ്ങൾ കുറച്ചും കൂടി ഒരു തനതായ നാടൻ ശൈലി ഭാഷ നാടന്മാര്, നമ്മൾ നാടന്മാരെന്ന് അവരെ കുറിച്ച് പറയാം. നമ്മളൊക്കെ മോഡേണായിട്ട് ചിത്രീകരിച്ചു. ഭയങ്കര modernism. നമ്മളിപ്പോ പുതിയ ആധുനികതയിൽ വളർന്നവരും അവര് ഏറ്റവും ബെസ്റ്റ് ടീമാണ് നാടന്മാരാണ്. അതുകൊണ്ടാണ് തന്തവ്യ നിശിതമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയുടെ നിശിതമായിട്ട് വിമർശിക്കപ്പെടുന്നത്. അപ്പൊ ഈ ഒരു സാധനത്തിൽ നിന്ന് ഒരു മെച്യൂരിറ്റിക്കൽ പീരീഡിൽ നിന്ന് ഓലുണ്ടാക്കിയ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. അതിന്റെ വസ്തുത, അതിന്റെ പാരമ്പര്യം, അതിന്റെ ട്രഡീഷണാലിറ്റി അത് കാത്തു സൂക്ഷിക്കാണ്ട് ഞാൻ പറയുന്നത്. ഒരു നമ്മളോട് പറയണ്ട എന്തൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി ചെയ്യണം, നിങ്ങൾ നോക്കിക്കോളി, അല്ലെങ്കിൽ പോവും, ഉറപ്പാലേ പോകുന്നു. അപ്പോ മലബാറിന്റെ പന്ത് കളി എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ മലബാരിയുടെയും മാപ്പിളയുടെയും രക്തത്തിൽ അലിഞ്ഞു ചേർന്ന വികാരമാണ്. പ്രത്യേകിച്ച് നമ്മൾ മലപ്പുറത്തിന്റെയൊക്കെ ഈ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇരുവശങ്ങളിലും പാടവരമ്പങ്ങളിൽ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളെ കാണാൻ പറ്റും. മാത്രമല്ല ഇപ്പോൾ ഈ ഒരു മേഖലയിൽ നിരവധി സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. SLK പോലെയുള്ള പുതിയ പുതിയ സംരംഭങ്ങൾ, സൂപ്പർ ലീഗ് ഓഫ് കേരള വളരെ വിജയകരമായിട്ട് അതിൻ്റെ ആദ്യത്തെ സീസൺ പൂർത്തീകരിച്ചപ്പോൾ ISLനെ പോലും കവച്ചു വെക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആണ്. അതിനേക്കാൾ ഉപരിയായിട്ട് മലപ്പുറത്ത് അങ്ങോളം ഇങ്ങോളം മാസങ്ങളിൽ അങ്ങും നടക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റുകൾ, അതിലൊക്കെ വിദേശ താരങ്ങൾ വരുന്നു, കളിക്കുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് പുതിയ താരോദയങ്ങൾ ഉണ്ടാകുന്നു. അറ്റ്ലീസ്റ്റ് വാർ വരെ ഉപയോഗിക്കപ്പെടുന്നു. തീർച്ചയായും ISL പോലും ഇല്ലാത്ത വാറുകൾ വരെ. അങ്ങനെ നമ്മുടെ പന്ത് കളിയോടുള്ള നമ്മുടെ പ്രതിബദ്ധത അത് വളരെയധികം കൂടുതലാണ്. കാരണം ഇപ്പോൾ നമ്മൾ വേൾഡ് കപ്പിന്റെ സമയത്ത് അർജന്റീന ടീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ ഒരു ടീമിന്റെ സ്ട്രക്ചർ വരെ മനസ്സിലാക്കിയിട്ട് വാഴക്കാട്ടുള്ള ഒരാള് സംസാരിക്കുന്നത് മാധ്യമങ്ങൾ മുഖേന നമ്മൾ കണ്ട സാധനം. അപ്പൊ ഒരു പാടത്ത് പണിയെടുക്കാൻ പോകുന്ന ആളാണ് മാധ്യമങ്ങളൊന്നും സംസാരിക്കുക. ഒരു പാവം മനുഷ്യൻ തലയെ തോർത്തുമുണ്ടും കെട്ടി ഒരു തനി മാപ്പിള വേഷം, എന്നിട്ട് അദ്ദേഹം പറയണം അർജന്റീന സ്ട്രക്ചർ പറയാം, പ്ലാൻ പറയാം, അവിടെ ആര് കളിക്കണം, എന്ത് കളിക്കണം, ആരിറക്കണം, ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ അദ്ദേഹത്തിന് മൈൻഡിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അദ്ദേഹം എത്ര കാലം മുതൽ ഇപ്പൊ ഈ സംഭവത്തിന്റെ പിറകെ കൂടിയതായിരിക്കാം. അന്ന് അർജന്റീന ടീമിന്റെ അദ്ദേഹം ആ ഒരു കളി കാണാൻ മുതൽ ടെലിവിഷന്റെ പരമ്പരകൾ തുടങ്ങുന്ന സമയത്ത് അത് തുടങ്ങിയിട്ട് ഈ ടൈം വരെ. അപ്പൊ അവരുടെ ആ ഡീപ്പ് കൾച്ചർ അതൊരിക്കലും ഇനി എടുത്തു മാറ്റപ്പെടാൻ പറ്റിയ ഒന്നല്ല. നമ്മൾ മതസൗഹാർദ്ദം പറയുന്ന പോലെ തന്നെ എന്തോ കാര്യം ആരോ തുന്നി വെക്കപ്പെട്ടു, അതിന് ഞാൻ അടർത്തി മാറ്റാൻ, ആ തുന്നുകൾ അയക്കാൻ അതിന് ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ്.
അത്രയും ഡീപ്പായിട്ട് മലബാറിന്റെ കൾച്ചറിൽ പന്ത് കളി, ഫുട്ബോള്, ആ ഒരു സാധനം അത്രയും ഡീപ്പായിട്ട് ഇറങ്ങി. അപ്പൊ ഏത് വല്യപ്പാനോട് ചോദിച്ചാലും ഏതാരോട് ചോദിച്ചാലും ഒക്കെ പന്ത് കളിച്ചാൽ അറിയും. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട് ബ്രിട്ടീഷുകാരന് പന്ത് കളി ഒരു നേരമ്പോക്കായിരുന്നു. പക്ഷെ മലപ്പുറത്തുകാരൻ അതൊരു പോരാട്ടമായിരുന്നു. പെണ്ണിന് പകരം പന്തിന് പ്രണയിച്ചവരുടെ നാടാണ് മലപ്പുറം. പകല് അതിരാവിലെ കയ്യിൽ പുസ്തകവും പിടിച്ച് മദ്രസയിലേക്ക് പോകുന്ന പിഞ്ചു ബാലന്മാരും അതുപോലെ വൈകുന്നേരം അസ്തമയ സമയത്ത് ബൂട്ടും പിടിച്ച് പാടത്ത് നിന്ന് മടങ്ങുന്ന കുട്ടികളും ഈ മലബാറിന്റെ ഒരു സ്ഥിരം കാഴ്ചയായി മാറി എന്നുള്ളതാണ്. സ്ഥിരം കാഴ്ച എന്നതിലുപരി അതൊരു കൾച്ചറിനെ കൂടി പ്രതിഫലിപ്പിക്കുന്നുണ്ട്. സ്വന്തം നാട്ടിൽ സ്വന്തം നിലനിർത്തി ഒപ്പം വിദ്യാഭ്യാസവും ഒപ്പം കളിയും. അതിൽ പിന്നെ ഒരുപാട് ഡിബേറ്റുകൾ ഉണ്ടെങ്കിലും ആ ഒരു സാധനത്തിൽ അത്രയും ഡീപ്പായ ഒരു സാധനത്തിൽ കൂടി പഠനത്തെയും നമ്മൾ മറ്റു സാധനത്തെയും മുന്നോട്ട് കൊണ്ടുപോയി ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ പന്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഈ ഒരു നമ്മളിപ്പോൾ ഈ ഒരു തീരമേഖലകളിൽ അവിടെ ഒരുപാട് കൾച്ചർ ഉണ്ട്. നമ്മൾ വെള്ളം ഇറക്കുമ്പോൾ ഒരുപാട് ബൈത്തുകൾ നമ്മൾ പാടുന്നുണ്ട്. മൗലിദുകളുടെ ആ ഒരു ആവേശം ഇപ്പോൾ നമ്മൾ താനൂരിൽ ഒരു ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ അവരുടെ കൾച്ചർ എന്താ പേര് ഞാൻ മറന്നുപോയി. എന്തായാലും ആ നാട്ടിൽ എല്ലാവരും ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഓരോ പള്ളിയിലത്തെ ഓരോ മുത്താലിമും അല്ലെങ്കിൽ വലിയ മൂലയിൽ എന്താവും ഓരോ വീടുകളിലേക്ക് പോവുക, ഒരു നിശ്ചിതപ്പെട്ട വീടുകളിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ആ രാത്രി മുഴുവൻ അള്ളാഹിലേക്ക് ഇബാദത്താണ്. അതായത് തങ്ങളുടെ മത്സ്യബന്ധനവും ആത്മീയതയും ആധ്യാത്മികതയും ചേർന്ന് വന്ന ഒരു വസ്തുത അല്ലെങ്കിൽ ഒരു പവർ ആ ഒരു മൈൻഡിലേക്കാണ് സാധനം. താനൂരുകാരന്റെ മൈൻഡ് അത് ഒരു ഇപ്പൊ നമ്മൾ പറയാറുണ്ട് മത്സ്യബന്ധനം ഒരു ഒരു അരികവൽക്കരിക്കപ്പെട്ട പോലെ ഇന്ന് പലയിടത്തും ചിത്രീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും കടലിന്റെ മക്കൾ അത് കടലിന്റെ സമയത്ത് കടല് ശോഭിക്കുകയാണെങ്കിൽ കടലിന്റെ മക്കളുമാണ്. അപ്പൊ എന്തുണ്ടായാലും ആ ഒരു കൾച്ചർ, അതായത് പന്ത് കളി അവിടെ പന്ത് കളിച്ചുണ്ടാവും, ഇവിടെ എന്തുണ്ടാവും, രാവിലെ രാത്രി മീൻ പിടിക്കാൻ പോകും, തിരിച്ചു വരുമോ അറിയില്ല, ഉറപ്പില്ല, 4 വൈകുന്നേരം പന്ത് കളിക്കാൻ പോകും. അപ്പൊ ഒരു വീട് വിട്ട് അല്ലെങ്കിൽ അത് എത്രത്തോളം പ്രേരിപ്പിക്കുന്നത് വരെ ഒരു പന്ത് കളിയുടെ ആഴത്തിലുള്ള കൾച്ചർ, അത്രയും ഡീപ്പായ ഒരു കൾച്ചറിനെ സൂചിപ്പിക്കുന്ന വസ്തുത. പന്ത് കളിയോട് ഇത്രയും അഭിനിവേശമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പ്രൊഫഷണൽ പ്ലേയേഴ്സ് ഉണ്ടാവുന്നില്ല എന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ്. അതില് നമ്മൾ ഈ പന്ത് കളിന്റെ നമ്മളെ മലബാറിന്റെ പന്ത് കളിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ വിശേഷ മലബാറിന്റെ പന്ത് കളിന്റെ ആ ഒരു ക്രേസ് നമുക്ക് ഇപ്പൊ പ്രത്യേകിച്ച് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമുക്കറിയാം കഴിഞ്ഞ വേൾഡ് കപ്പ് അർജന്റീന അടിച്ചു 2022 വേൾഡ് കപ്പ് അർജന്റീന അടിച്ചതിന് ശേഷം ഓല എന്ത് ചെയ്യുന്നുണ്ട്, ഓലെ സപ്പോർട്ട് ചെയ്ത ഫാൻസിന് ഒരു ട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഒരു കൺഗ്രാറ്റ്സ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ ആ പോസ്റ്റിൽ ഇങ്ങനെ ഉണ്ട് ബംഗ്ലാദേശ്, ഇന്ത്യ എന്നാണ് കേരളത്തിന് ഒരു സംസ്ഥാനമായിട്ട് എണ്ണത്. അതുപോലെ തന്നെ എന്തുണ്ട് ഫിഫ ഒരു കേരളത്തിൽ രാജ്യമായിട്ട് എണ്ണത്. ഇപ്പൊ ഇന്ത്യയുടെ കൂട്ടത്തിൽ കേരളം നേരെ. അപ്പൊ അതേപോലെ തന്നെ എന്താണ് ഈ നമ്മളെ ഒരു പുഴയിൽ ഇപ്പൊ അടുത്ത് മറ്റേ കഴിഞ്ഞ വേൾഡ് കപ്പിന് ഫ്ലക്സ് വെച്ച് നെയ്മർ, റൊണാൾഡോ, മെസ്സിന്റെ കട്ട് വെച്ചിട്ട് ഫിഫ പോസ്റ്റ് ഇട്ടു. അതേപോലെ തന്നെ ഈ പൊന്നാനിത്തെ ഗ്രൗണ്ട്, ആ മറ്റേ പുഴയുടെ നടുവിലുള്ള ഗ്രൗണ്ട് പറഞ്ഞാല് ലോകം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ക്രേസിന് അംഗീകരിച്ച് നമ്മളെന്ത് ചെയ്യുന്നുണ്ട്, അംഗീകരിക്കുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. നെയ്മർ ഒഫീഷ്യലായിട്ട് പോസ്റ്റ് ഇട്ട് നമ്മളത്. പക്ഷേ ഈ ഫുട്ബോളിന്റെ ഈ പ്രൊഫഷണലിസം അത് തിരിച്ചറിയുന്നതിൽ നമ്മുടെ ഗവൺമെന്റുകളും അതുപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കളും നമ്മുടെ കുടുംബങ്ങളും ഒരുപാട് പിന്നോട്ട് പോയിട്ട് അവർ പരാജയപ്പെട്ടു എന്നുള്ള. കാരണം നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഫുട്ബോൾ എന്നുള്ളത് വിപണന രംഗത്ത് സാമ്പത്തിക വ്യവസ്ഥക്കാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ എന്ത് സാമൂഹിക വ്യവസ്ഥക്കും വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഫുട്ബോൾ എന്നുള്ളത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സൗദി അറേബ്യ അവർ 2030 അതായത് വിഷൻ 2030യുടെ ഭാഗമായിട്ട് അവർ കൊണ്ടുവരുന്നത്, ഇപ്പോൾ അവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരു കാലത്ത് അതായത് 70കളിലൊക്കെ അവരെന്ന് പറഞ്ഞാൽ പെട്രോ ഡോളർ അതിൻ്റെ ഒരു സമ്പാദനമായിട്ട് അവരെന്ത് ചെയ്യാണ് സാമ്പത്തികമായിട്ട് വളരെ മുന്നിലെത്തി. എന്നാൽ ഇപ്പോൾ ആ പെട്രോ ഡോളർ യുഗം അവസാനിക്കുന്നു എന്നവർ മുമ്പിൽ കാണുമ്പോൾ അവർ ചെയ്യുന്നത് സ്പോർട്സിൽ കാര്യമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാണ്. എന്റർടൈൻമെന്റിന്റെ സെക്ടറിൽ അവർ കാര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്. വിത്ത് മാക്സിമം ആർക്കിടെക്ചർ അതാണ് ഈ അവരുടെ കൾച്ചറിനെ ഏറ്റവും പ്രതിനിധീകരിച്ചുകൊണ്ട് ഭയങ്കര രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താണ്. 2034 വേൾഡ് കപ്പ് നടത്താനുള്ള സാധനം ബിഡ് ചെയ്തെടുത്തല്ലോ. അതിൽ ഇത് കൾച്ചറിന് ഇപ്പോൾ അവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നാമത് അവരുടെ സാമ്പത്തിക വ്യവസ്ഥക്ക് ധാരാളമായിട്ട് ഗുണം ചെയ്യും. കാരണം ഈ ഒരു സംഭവം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്ലേയേഴ്സും ലോകോത്തര പ്ലേയേഴ്സ് ഒക്കെ അവരുടെ ലീഗുകളിലേക്ക് വന്നു കഴിഞ്ഞു. യൂറോസെൻട്രിക് ഫുട്ബോൾ മാറി. ഉദാഹരണമായി 2022 വേൾഡ് കപ്പ് ഇതുവരെ കണ്ടതിൽ വെച്ച് ലോകം കണ്ട ഏറ്റവും മികച്ച വേൾഡ് കപ്പ്. ഒരുപാട് ഡിബേറ്റുകൾ ആ വേൾഡ് കപ്പിന്റെ സംഘാടകർക്കിടയിൽ അല്ലെങ്കിൽ സംഘാടനം പ്ലസ് മാധ്യമപ്രവർത്തനം നടക്കുന്ന സംഭവമുണ്ട്. LGBT ബാൻഡ് എന്താണെന്നുണ്ട് ഖത്തർ നിരോധിക്കുന്നുണ്ട്. അത് ധരിച്ചിറങ്ങിയാൽ യെല്ലോ കാർഡ് ഫസ്റ്റ് ടൈം കിട്ടുന്നു എന്നാണ് പറയുന്നുണ്ട്. അത് ആളുകൾ ചിന്തിച്ചു തുടങ്ങി. അതിനുശേഷം ആൾക്കാർ എന്തൊരു വിഷയം ഉണ്ട്. അങ്ങനെ ഇപ്പോൾ പ്രീമിയർ ലീഗിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം യുണൈറ്റഡ് ആ സാധനം ഒഴിവാക്കി. പ്രീമിയർ ലീഗൊക്കെ പ്രധാനപ്പെട്ട ഒരു പരസ്യ കേന്ദ്രമാണ്, അഡ്വൈറ്റേഴ്സ് മേഖല LGBT. അപ്പോൾ അവർ യുണൈറ്റഡ് ഒഴിവാക്കി ആ സാധനം. അത് ഒരു പ്രധാനപ്പെട്ട ഒരു മേജർ ക്ലബ്ബ്, ഏറ്റവും കൂടുതൽ പ്രീമിയർ ലീഗ് കളിച്ച ക്ലബ്ബ് ആ സാധനം ഒഴിവാക്കി. അപ്പോൾ ഈ ഒരു ഖത്തർ വേൾഡ് കപ്പ്
വേൾഡ് ട്രഡീഷനെ ചെറുതായിട്ട് തട്ടി. അത് ഇങ്ങനൊരു വസ്തുതകളുണ്ട്. ആഗോള മാധ്യമങ്ങൾ കൂടി സൂചിപ്പിക്കേണ്ട വസ്തുതകൾ നമുക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ ഖത്തറിന് ആ വേൾഡ് കപ്പ് നടത്താനുള്ള അനുമതി ഫിഫ നൽകുമ്പോൾ തന്നെ അവർ അവരെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി രീതിയിലുള്ള കുപ്രചാരണങ്ങൾ അഴിക്കുക എന്ന് വെച്ചാൽ ഏറ്റവും മോശമായ രീതിയിൽ വംശീയമായിട്ടും അതുപോലെ തന്നെ എന്ന് വെച്ചാൽ പാശ്ചാത്യ യൂറോ സെൻട്രിക് ആയിട്ടുള്ള ഈ ഫുട്ബോളിൽ നിന്ന് അത് അവരുടെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നതിന് അവർ വളരെ രീതിയിൽ ഭയപ്പെട്ടു എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും വലിയ ബിസിനസ് ആണ് ഈ സാധനം ഫുട്ബോൾ ഫുട്ബോൾ എന്നുള്ളത്. പോലത്തെ അപ്പോൾ അവർ ഇവരെ നിശിതമായിട്ട് വിമർശിക്കുന്നുണ്ട് അത് പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ. പക്ഷെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഖത്തർ ഇതിനെ മനസ്സിലാക്കുന്നത് അവർക്ക് അവരുടെ സാമ്പത്തികത്തിന് പുറമെ അവരുടെ കൾച്ചറിനെ അതുപോലെ അവരുടെ ഐഡിയോളജീസ് ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള ഇത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഏറ്റവും വലിയ വേദിയായിട്ട് ലോകകപ്പ് മാറി എന്നുള്ളതാണ്. 2022 ലോകകപ്പ് അവരവസാനം ആ ബിസ്തണിക്കുന്ന സീനുണ്ട് മെസ്സി, ഏറ്റവും വലിയ പൊളിറ്റിക്സ് ആണ്. ഏറ്റവും വലിയ പൊളിറ്റിക്സ്. അപ്പോൾ നമ്മൾ പറയുന്നത് അവർക്ക് എന്ന് വെച്ചാൽ നമ്മൾ ലോക വേൾഡ് കപ്പിനപ്പുറം ഫിഫ വേൾഡ് കപ്പിനപ്പുറം പ്രാധാന്യമുള്ള ഒരു ലോക വേദി ഇല്ല. അത്രത്തോളം ജനശ്രദ്ധയുള്ള കാണികളുള്ള ഒരു വേദി ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓലെ ടേമില് ഓലെ പന്തിന്റെ പേര് അൽ ദിഹല, സെമിഫൈനൽ മുതൽ പന്തിന്റെ പേര് അൽ ഹിൽമ്. അപ്പൊ ഇതൊക്കെ ഒരു അറബ് അല്ലേ? അപ്പൊ ഇത് നമുക്ക് സ്വന്തം സംസ്കാരത്തെ സംസ്കാരത്തെ സ്വന്തം ഉയർത്തിപ്പിടിക്കാം. കൾച്ചറിനെ അവരോട് ബത്തുതയുടെ കിതാബാണ് രഹില. ലോകം മൊത്തം സഞ്ചരിച്ച Yes. അവരുടെ കൾച്ചർ സംവേദനം ചെയ്യാനുള്ള ഇപ്പൊ നമ്മൾ LGBT ആശയം പറഞ്ഞു, അതുപോലെ കള്ള് കളി നിരോധനം. നിരോധിച്ച സ്റ്റേഡിയത്തിൽ അപ്പൊ ഇതിനൊക്കെ എന്ന് പറഞ്ഞാല് ഇതിപ്പോ നമുക്ക് ലോഹരായിട്ട് നമുക്ക് വളരെ ബാഹ്യമായിട്ട് നമുക്ക് തോന്നുന്നത് ഇത് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഇതുവരെ നടന്ന ലോകകപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തരം സ്വാതന്ത്ര്യത്തിന് വിലക്കാണ്, അതുപോലെ തന്നെ അവരുടെ എന്റർടൈൻമെന്റിനൊക്കെ വിലക്കാണ് നമുക്ക് തോന്നും. പക്ഷെ ഇതിന്റെ ഒരു ബെനിഫിറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇത് ലോകകപ്പ് നടന്നതിന് ശേഷം ഇഷ്ടംപോലെ ആർട്ടിക്കിൾസ് വരുന്നുണ്ട്. വെച്ചാൽ ഇത് അനുഭവിച്ചുകൊണ്ടുള്ള സ്ത്രീകൾ എഴുതുന്നത്, അതായത് ഈ ഹൂളിഗൻസിന്റെ ആക്രമണങ്ങൾ ധാരാളമായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. സ്ത്രീകൾക്കെതിരെ സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് ഇഷ്ടംപോലെ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവാറ്, ഇതൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പോൾ LGBT സംഭവം പറഞ്ഞല്ലോ, ഇവരുടെ ആശയങ്ങൾ കറക്റ്റായിട്ട് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു സംഭവം നേരിട്ടുണ്ട് ഖത്തറിനായിട്ടുള്ള. അക്രമാസക്തമായി വയലൻസ് ആ നാട്ടിൽ നിന്ന് പതിയെ നീങ്ങിപ്പോയൊരവസ്ഥ. കാരണം അവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. അവിടുത്തെ നിയമങ്ങൾ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹം സൂക്ക് വാക്കിഫിലൂടെ ഒക്കെ ഇറങ്ങി സുഖമായിട്ട് നടന്നു പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് സൂക്കുകൾ അദ്ദേഹം സിമ്പിളായിട്ട് അധികം സെക്യൂരിറ്റി ഗാർഡ്സ് ഒന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് അദ്ദേഹം നടന്നു പോകുന്നുണ്ട്. അദ്ദേഹം ഫ്രഞ്ചിലാണ്. അദ്ദേഹം അന്നേരം ഒരുപാട് വിവാദങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന സംഭവമാണ്. അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടമാണ് ഫ്രാൻസിൽ. എന്നിട്ട് പോലും തന്റെ ടീമിനെ അത്രത്തോളം ആ ഒരു രീതിയിലേക്ക് മാത്രമല്ല ഈ പറഞ്ഞത് ആ സുരക്ഷയെക്കുറിച്ച് അവർ കൊണ്ടുവന്ന നിയമങ്ങൾ, അവർ നിരോധിച്ച നിയമങ്ങൾ എത്രത്തോളം അവർക്ക് ഉപകാരമായി, അല്ലെങ്കിൽ ലോക ജനതയ്ക്ക് ഉപകാരമായത്. പിന്നെ മറ്റൊരു കാര്യം, ഈ ഈ ഖത്തർ വേൾഡ് കപ്പ് എടുക്കുന്ന സമയത്ത് സൗദിയും ഖത്തറും ഡിപ്ലോമാറ്റിക്കലി ഇഷ്യൂ ഉണ്ട്. അതായത് ബോർഡർ വിഷയത്തിൽ അവർ തമ്മിൽ ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഈ ഇഷ്യൂ എടുക്കുന്ന സമയത്ത് തന്നെ ഖത്തർ തെമീം അസാനി അദ്ദേഹത്തിന് അറിയാം ഇത് ലോകവേദിയാണ്, നമുക്ക് മുന്നിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സംഭവമാണ്. അപ്പൊ അദ്ദേഹം സൗദിയുടെ മാച്ചിലേക്ക് സൗദിന്റെ ബാനർ ഇട്ട് വരും, മുഹമ്മദ് റസൂൽ ആ സാധനം അത് ഇട്ട് വരും. അദ്ദേഹം അവസാനം ആ വേൾഡ് കപ്പ് കഴിഞ്ഞോട് കൂടിയിട്ട് ഖത്തറും സൗദിയുടെ പ്രശ്നമില്ല. അതാണ് ആ ഒരു മുഖ്യധാര ഡിപ്ലോമാറ്റിക് വിജയം കൂടി വിജയം കൂടിയിട്ട് നമ്മള് അവർ നേടിക്കഴിഞ്ഞു. മലബാറിലേക്ക് വരുമ്പോ നമുക്ക് ഇതുപോലെ സ്വന്തം സംസ്കാരത്തെ പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല അത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം എന്താ അറിയോ? നമ്മൾ യൂറോപ്പിനെ കണ്ട് പഠിക്കണം. അതാണ് നമ്മൾ പ്രധാന ഈ പാശ്ചാത്യം ഒരു ഇമിറ്റേറ്റ് ചെയ്യാൻ ഒരു ശ്രമിക്കും. പോസ്റ്റ് കോവിഡ് സിറ്റുവേഷൻ അനുസരിച്ച് കഴിഞ്ഞപ്പോൾ ഇത് കുറച്ച് അധികമായിട്ട് മാറി. അതായത് അവരുടെ ഒരു കൺസ്യൂമറിസത്തിന്റെ ഇതിന്റെ ഇരകളായിട്ട് നമ്മുടെ സമൂഹം മാറിയപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ റോൾ മോഡൽസ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻസ് ആണെന്നുള്ളതാണ്. മറിച്ച് അവർ ഈ ലൊക്കാലിറ്റികൾ പ്രാദേശികതയ്ക്കുള്ള അവരുടെ സ്വാധീനം അതിന്റെ ഒരു പ്രാധാന്യം അവർ മനസ്സിലാക്കുന്നുള്ളതാണ്. കാരണം ഇവർക്ക് ഇപ്പൊ നമ്മൾ ഫുട്ബോൾ അതുപോലെ തന്നെ സ്വന്തമായിട്ട് തനതായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നതിലൂടെ അത് വിജയിപ്പിച്ചെടുക്കുന്നതിലൂടെ സ്വന്തം കൾച്ചറിന്, അതായത് മറ്റുള്ളവരുടെ കൾച്ചർ അത് അനുകരിച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള അവരുടെ ഒരു നിഴലായിട്ട് മുന്നോട്ട് പോകുന്നതിന് പകരം സ്വന്തമായിട്ടുള്ള ഒരു അസ്തിത്വം രൂപപ്പെടുത്താനുള്ള ഒരു സാധ്യത നമ്മൾ തന്നെ എന്ത് ചെയ്താണ്. മലബാറിന്റെ സംസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ഘടകമാണ് നമ്മുടെ ഭക്ഷണത്തോടുള്ള നമ്മുടെ പ്രിയം. പ്രത്യേകിച്ച് നമ്മുടെ കണ്ണൂര് പൊന്നാനി ഭാഗങ്ങളിലേക്ക് കിടക്കുന്ന കല്യാണങ്ങൾ എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാവും, നിരത്തി വെച്ചിരിക്കും. ഇത് മൊത്തം തിന്ന് നമുക്ക് സമയം ഉണ്ടാവില്ല. പലരും പറയാറുണ്ട്. നമ്മുടെ ഭക്ഷണത്തിന്റെ കൾച്ചറിലേക്ക് വരുമ്പോൾ തന്നെ അറേബ്യയിൽ നിന്ന് അറേബ്യൻ സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ ഈ കൾച്ചറൽ എക്സ്ചേഞ്ച് കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു സ്വാധീനം നമ്മുടെ ഫുഡുകളിലും വളരെയധികം കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല തെക്കൻ കേരളത്തെ അപേക്ഷിച്ച് ഈ ഒരു ഭക്ഷണ മേഖലയിൽ കൂടുതൽ സ്റ്റാർട്ടപ്പുകളായാലും റെസ്റ്റോറൻറ്റുകളായാലും കൂടുതൽ ഉണ്ടാകുന്നത് ഈ മലബാർ മേഖലയിലാണ്. മലബാരികൾക്ക് അല്ലെങ്കിൽ മലബാർ മാപ്പിള സമൂഹത്തിന് ഭക്ഷണത്തോടുള്ള ഒരു പ്രിയമാണ് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഈ ഫുഡിനെ പറ്റി പറയുമ്പോൾ നമ്മൾ മലബാറുകാരുടെ ഫുഡിൻ്റെ അതിനോടുള്ള ഒരു അഭിനിവേശത്തിൻ്റെ സാധനം നമുക്ക് ഈ വി ഡി സതീശൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയണത്, ഒരു മാധ്യമത്തിനോട് ഇൻ്റർവ്യൂവിൽ അവർ പറയണത് എന്താ വെച്ചാൽ ഈ മലബാറുകാരുടെ എന്തും സഹിക്കാം മലബാറുകാരുടെ, പക്ഷെ ഒരു ആതിഥേയ മര്യാദ എന്നുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ നിറച്ച് ഫുഡുകൾ കൊണ്ടുവന്നില്ല അവർക്ക് സമാധാനം ഉണ്ടാവില്ല, ഇത് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല. എന്ത് ഒരു ടേബിൾ നിറച്ച് ഫുഡ് കൊണ്ട് വെച്ചില്ലെങ്കിൽ അവർ 10 മിനിറ്റ് കിട്ടിയെങ്കിൽ ആ സമയം കൊണ്ടുള്ള എന്ത് ചെയ്യും, പരമാവധി ടേബിൾ നിറയ്ക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നിറക്കും. പിന്നെ ഇത് നേരത്തെ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഈ നമ്മളെ കല്യാണത്തിന് തിന്നാനും കഴിയാത്തത്ര ഫുഡ് ഉണ്ടാകുക എന്നുള്ളത്. പക്ഷെ അതിനൊരു നമ്മൾ പറയലുണ്ട് പൊതുവേ ഈ എസ് ഹരീഷിൻ്റെ ബിരിയാണി എന്നുള്ള ആ ഒരു കഥ, ആ ഒരു ഇതിൽ സന്തോഷിച്ച് കാണത്തിൻ്റെ ആ കഥയിൽ വളരെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആ ഒരു സാധനത്തിനെ ഈ ഒരു ഹാജി കൾച്ചർ കല്യാണത്തിന്റെ സാധനത്തിന് എന്ത് ചെയ്യണം വിമർശിക്കുന്നുണ്ട്. അത് പണ്ട് കാലം മുതലേ ആ ഒരു സാധനം നമ്മളെ കേരളത്തിലുണ്ട്. അല്ലെങ്കിൽ കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, കേരളം എന്നുള്ള ടേം എന്നില്ല, മലയാളം മലബാർ ആ 2 ടേമുകൾക്കുള്ളിൽ അത്രത്തോളം മനോഹരമായിട്ട് മലയാളത്തിന്റെ സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ആതിഥ്യ മര്യാദയും അവർക്ക് കൊടുക്കുന്ന ഒരു ഫുഡും അത് ഇന്നും കേരളത്തിൽ പല വല്യമ്മമാരുടെയും അവരുടെ മക്കൾ പാരമ്പര്യമായിട്ട് നിർത്തിക്കുന്ന സംഭവമാണ്. അപ്പൊ അത്രയും ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ അത്രയും ഒരു ആതിഥ്യ മര്യാദ, അല്ലെങ്കിൽ എസ്പെഷ്യലി നമ്മൾ മുസ്ലിം കൺട്രീസിലെ ആതിഥ്യ മര്യാദയെക്കുറിച്ച് അക്കാദമിക് മണ്ഡലങ്ങളിൽ പോലും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം കൂടിയിട്ടാണിത്. അപ്പോൾ അത്രയൊരു കൾച്ചറലായിട്ട് അത്ര വലിയൊരു കാലഘട്ടം, സാമ്പത്തികമായിട്ട് അന്ന് നമ്മൾ വളരെ മുമ്പന്തിയിലാണ്. കാരണം മഖദൂം പറയുന്നുണ്ട്, ഈ ഒരു കാലഘട്ടത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കപ്പൽ മൊത്തമായിട്ട് വാങ്ങിയിട്ട് അതിലുള്ള ചരക്കുകൾ കൃത്യമായി അത് എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ഒരു അവസ്ഥ വരെ, അല്ലെങ്കിൽ എത്തിക്കാനുള്ളൊരു ആ ഒരു ടെൻഡൻസി വരെ ആർക്കുണ്ട്, ഇവിടുത്തെ മുസ്ലിങ്ങൾക്കുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ വസ്തു ആലോചിച്ച് നോക്കുക. അപ്പൊ അവിടുന്ന് ആ ഒരു ട്രെൻഡ് മുതൽ, ആ ഒരു സാമ്പത്തിക ട്രെൻഡ് മുതൽ എവിടെ എത്തി സമൂഹം, നമ്മൾ ഫുഡ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഫുഡിന്റെ കൾച്ചറിൽ നമ്മളിത് നിരത്തി വെക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത്രയും റിച്ച് കൾച്ചറൽ ട്രഡീഷൻ, അത്രയും നമ്മൾ മലബാറുകാരൻ്റെ മലബാർ, അത് മലബാറുകാരനല്ലാത്തവർ വന്നാലും അവർക്ക് മലബാറാണെന്ന് തോന്നിപ്പിക്കണം. ഇത് മലബാറാണ്, ഇതിങ്ങനെയാണ്. അപ്പോൾ അത് അവൻ്റെതായ ഒരു കൾച്ചറിലൂടെ അവൻക്ക് പാരമ്പര്യമായി ലഭിച്ച ഒരു വരദാനമായി ലഭിച്ച ഒരു കൾച്ചറിലൂടെ അവനത് പ്രതിഷ്ഠിക്കപ്പെടുകയാണ് ചെയ്യുന്നത് സാധനം. ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റുകളുടെ മുമ്പിലൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടെ ബോർഡുകളിലൊക്കെ കാണാൻ കാര്യമായിട്ട് അൽഫാം, മന്തി, ഷവായ, മദ്ഹൂത്ത്, ഇവയൊക്കെ ഒരു അറേബ്യൻ മെയിൻ ഐറ്റം അതാണ്. ഇതൊക്കെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ തെക്കൻ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഇത്ര തന്നെ ഇതിന്റെ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് പറയുമ്പോൾ ഭക്ഷണത്തിന് കൂട്ടത്തിൽ പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മുടെ സുലൈമാനിയോടുള്ള പ്രത്യേക സ്നേഹം. രാവിലെ പണിയൊക്കെ മാറ്റി വന്ന് എന്ത് ക്ഷീണം ഉണ്ടെങ്കിലും വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങി ഒരു സുലൈമാനി അത് കുടിച്ച് കഴിഞ്ഞാൽ മനസ്സിനൊരു വല്ലാത്ത ഒരു സന്തോഷമാണ്. പ്രത്യേകിച്ച് ഒറ്റമൈൻഡിന്റെ കാലത്താണല്ലോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒറ്റമൈൻഡ് പിള്ളേർ രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ എണീച്ച് പണ്ടിമ എത്ര ദൂരമാണല്ലോ, 10-15 കിലോമീറ്ററൊക്കെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ സംസ്കാരവുമായിട്ട് അത്രത്തോളം ഇഴകിച്ചേർന്നു എന്നുള്ളതാണ് അതിന്റെ വസ്തുത. അതുപോലെ നമ്മൾ ട്രഡീഷണൽ ഫുഡ് ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ഫുഡുകളെ കുറിച്ച് പറയുമ്പോൾ അറേബ്യൻ ഇതുള്ള ഫുഡുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ട്രഡീഷണൽ ഫുഡുകൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല എന്നുള്ള. കാരണം പണ്ട് കാലത്ത് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 70-കൾക്ക് മുമ്പ് വളരെ ഒരു പട്ടിണിയിൽ കഴിയുന്ന ഒരു സമയമാണ് അന്ന് മലബാറുകാരനെ സംബന്ധിച്ചിടത്തോളം. അതായത് ഗൾഫ് ആ ഒരു പ്രവാസ സഞ്ചാരങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഭയങ്കര ഒരു പട്ടിണിയിലാണ്, പരിവട്ടത്തിലാണ് അന്ന് മലബാർ പോകുന്നത്. അപ്പോൾ അന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 6 മാസം ചക്കക്കും 6 മാസം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചക്ക നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചക്കയിൽ ഇല്ലാത്തൊരു വിഭവവും ഇല്ല, ഏത് രൂപത്തിലും അതിന് ഉപയോഗിക്കാവുന്ന രൂപത്തിലാണ് അത് അങ്ങനെ രീതിയിൽ ഉപയോഗിച്ചത്. ചക്കക്ക് ഒരു ആഗോള മാർക്കറ്റ്, ചക്കപ്പായസം, ചക്കപ്പുഴുക്ക്, ചക്ക ഐസ്ക്രീം തുടങ്ങി ചക്ക കൊണ്ട് പരീക്ഷിക്കാത്ത, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ആ ലോക്ക്ഡൌൺ കോവിഡ് കാലത്ത് ചക്ക വെറുതെ ഇരുന്നപ്പോൾ മലബാർ ട്രെൻഡിലായിരുന്നു, ഒരു ഗ്ലോബൽ ട്രെൻഡായിട്ട് ചക്ക മാറി. ചക്ക മാത്രമല്ല, അതോടൊപ്പം നമ്മുടെ പൂള ഇറച്ചിക്കറിയും ഇങ്ങനെ തുടങ്ങി നമ്മൾ ട്രഡീഷണലിനെ കുറിച്ച് സാധനങ്ങളുണ്ട്. നമ്മുടെ 10 മണിക്കത്തെ കഞ്ഞി, വൈകുന്നേരത്തെ ചായ പോലെയുള്ള അതിനൊക്കെ ഇപ്പോഴും ഫാൻ ബേസ് ഉണ്ട് എന്നുള്ളതാണ്. അത് മലബാറുകാർക്ക് തന്നെ ഇപ്പൊ പണ്ട് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചക്കനെ കുറിച്ച് പറയുമ്പോഴേ ഇന്നിപ്പോ ഇതിന് പറഞ്ഞാൽ പുറത്ത് വൻ മാർക്കറ്റാണ്, പുറം രാജ്യങ്ങളിൽ ഇതിന് കുറെ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ കൊറോണയ്ക്ക് ശേഷമാണ് ഇതിന്റെ ചക്ക എക്സ്പോർട്ടേഷൻ വളരെ വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. സിമ്പിൾ ഒരു കൺസെപ്റ്റ് ആണ്. കാരണം നമ്മളിപ്പോ യൂറോപ്യൻ നാടുകളിൽ പോയിട്ട് യൂറോപ്യൻ ഭക്ഷണം വിറ്റിട്ട് അതിന് പ്രത്യേകിച്ച് നമുക്ക് ഒരു കാര്യ ഗൗരവം അല്ലെങ്കിൽ അതിന് റിസൾട്ടിന്റെ നമുക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ലെങ്കിൽ ശരിക്കും നമ്മൾ അവിടെ നാറ്റീവാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെ? നമ്മളിപ്പോൾ സപ്പോസ് ഒരു ബ്രിട്ടീഷുകാർ ചിന്തിക്കുക, ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് വന്നത് ഇന്ത്യൻ്റെ കൾച്ചർ കൊണ്ടല്ലായിരുന്നു. നമ്മൾ അത് വ്യത്യസ്തമായ ഒരു ആസ്പെക്റ്റ് ആണെങ്കിൽ പോലും അത് അവർ വന്നത് അവരുടെ കൾച്ചറുമായിട്ടാണ്, അവരുടെ ആശയങ്ങളുമായിട്ടാണ്. അപ്പം നമ്മൾ ഈ ഒരു പ്രാക്ടിക്കൽ എബിലിറ്റിയിൽ നമ്മൾ ചിന്തിക്കുക. അപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു യൂറോപ്യൻകാർ നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിദേശ ടൂറിസ്റ്റ് കേരളത്തിലേക്ക് വരുമ്പോൾ അവരെന്താണ്, അവർ കൃത്യമായിട്ട് നമ്മളിപ്പോൾ ഓൽക്ക് ഓല ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ഓൽക്ക് പുത്തിരിയ കാര്യമൊന്നുമല്ല. പക്ഷേ
യൂറോപ്യൻകാർ ഇങ്ങോട്ട് വരുന്നത് എന്താ? ഒന്ന് ഇവിടുത്തെ കാലാവസ്ഥ, രണ്ട് ഇവിടുത്തെ ഫുഡ്. കുട്ടനാടിന്റെ കരിമീൻ കഴിക്കാതെ ഇവിടെ ആരും ഒരു ടൂറിസ്റ്റ് പോകാറില്ല. അതുപോലെ തന്നെ പാടത്ത് വിളയുന്ന പൂള കഴിക്കാതെ അവർക്ക് അതിര് വരുന്നത്, അതായത് അവർക്ക് നമ്മുടെ ട്രഡീഷനെ കുറിച്ച് അറിയാം. ഇതിലൊന്നും ഇവർ കഴിക്കുന്ന പോലെ ഫാസ്റ്റ് ഫുഡിന് പോലുള്ള കെമിക്കൽസ്, പ്രോട്ടീൻസ്, അങ്ങനത്തെ ഒരു വസ്തുതകളൊന്നും ഇതിൽ കാണുന്നില്ല എന്നും. ഫുൾ ആക്റ്റീവ് മണ്ണിൽ നിന്ന് എടുത്ത ഒരു മലബാറുകാരന്റെ ഭക്ഷണം, അത് പ്രത്യേകിച്ച് മലബാറുകാരൻ എന്നുള്ള ടേമിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു എത്രത്തോളം പ്രാക്ടിക്കലിൽ അതിനൊരു അവൈലബിലിറ്റി എത്രത്തോളം ഉണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വസ്തുത കൂടിയാണ്. ഇതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ആധുനികമായി ഇപ്പം നമ്മൾ കഴിച്ചെടുക്കുന്ന ഫുഡിനെ പറ്റി ഒരു അറബ് സാധനങ്ങൾ കുറച്ചധികം ഈ 1970-കൾക്ക് ശേഷം ഈ പ്രവാസ യാത്രകൾക്ക് ശേഷം എന്തിട്ടുണ്ട് അറബ് സാധനങ്ങൾ വളരെ കൂടിയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലത്തെ ഒരു സാധനമാണ് എന്ത് അറബ് സാധനങ്ങൾ കൂടിയത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു, മലബാറിൽ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ബിസിനസ് ഏറ്റവും കൂടുതൽ വിജയകരമായിട്ട് ഓടുന്ന ഒരു ഏരിയ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മലബാർ ഏരിയ മാറിയിട്ടുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സാധനമാണ്. അത് ഒരു ട്രെൻഡിങ് ആയി മാറാനുള്ള കാരണം എന്താ പറയുക? ഇപ്പൊ നമ്മളൊക്കെ ഈ ഒരു മലബാർ ഈ ട്രെൻഡിങ് ഒരു വിഷയം കൂടി ഉണ്ട്. നമ്മൾ ട്രെൻഡ് നമ്മൾ മറന്നു പോവാണ്. നമുക്ക് ഉണ്ടായിരുന്ന പാരമ്പര്യമായ ട്രെൻഡ് നമ്മൾ മറന്നു പോവാണ്. അത് നമ്മൾ ഭാഷേനെ വിഷയം സംസാരിച്ച് നമ്മൾ പറഞ്ഞിരുന്നത്, ഒരു ഗായകന്മാരെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മുടെ ട്രെൻഡ് അവരുടേതായ രീതിയിൽ അത് ഉത്തേജിപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ സമൂഹത്തിൽ അതിൻ്റെ ഒരു ഉത്തരോത്തരങ്ങൾ എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് സമൂഹം മനസ്സിലാക്കി തുടങ്ങുമ്പോൾ അത് മറ്റുള്ള മേഖലകളിൽ വ്യാപിപ്പിക്കേണ്ടത്. ഇപ്പൊ നമ്മളെ ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ അറബിയൻ ഫുഡ് മാത്രമല്ല, നമ്മളെ റോഡിക്കത്ത് കാണുന്ന തട്ടുകടയിലെ ഫുഡുകൾക്കും ഒരു മലബാറി ടച്ച് ഉണ്ട്. അത് നമുക്ക് അനന്തര ഫലമായിട്ട് അവരിങ്ങോട്ട് വന്നതിന്റെ ഫലമായിട്ട് കിട്ടിയതാണെങ്കിൽ ഇത് നമുക്ക് നമ്മുടെ ഇവിടെ നിന്നുണ്ടായ സാധനമാണ്. അത് നമ്മൾ മറക്കാൻ പാടില്ല. കാരണം നമ്മളെ നമസ്കാരം നമ്മൾ പറയേണ്ടത് നമ്മളാണ്. അത് നമ്മളില്ലാതെ ഒരു കാര്യം ആരും പറയില്ല. കാരണം നമ്മളെ കൾച്ചറാണല്ലോ. നമ്മളെ കൾച്ചറിനെ ലോകത്തിന് മുന്നിൽ തുറന്നു വെക്കപ്പെടേണ്ടത് ആരാണ്? ഈ അമേരിക്കന്റെ ഈ ഒരു ഇന്നോവേഷൻ, ദ ഏജ് ഓഫ് ഡിസ്കവറീസ് ആൻഡ് ഇൻവെൻഷൻസ്, അവര് നേരെ ചെയ്തത് അവിടെ നാറ്റീവായി കീഴടക്കണ കാനഡയിലുള്ള അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയിലുള്ള ഈ ഒരു ബ്രിട്ടീഷുകാർ അവർ ചെയ്തെന്താ വെച്ചാൽ മൊത്തത്തിലുള്ള കീഴടക്കിയിട്ട് വേറെ എന്തൊക്കെയും ഓരോ കൾച്ചർ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് അവരുടെ ഇതിൽ നിന്ന് ഒരുപാട് കൾച്ചറുകളുടെ പുസ്തകം വരുന്നത്. അങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഓഫ് കൾച്ചേഴ്സ്, ആ ഒരു ടെർമിനോളജി തന്നെ ലോകത്ത് രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തുകൊണ്ട് മലബാറുകാരൻ ഇക്കാലഘട്ടത്തിൽ നീന്തെടുക്കാൻ പറ്റിയൊരു അവസരം. കാരണം ഇന്ന് നമുക്ക് നമ്മുടെ കൾച്ചർ ലോകം മൊത്തം മലബാറിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മലബാർ കടൽ തീരങ്ങൾ ബന്ധപ്പെട്ടത് എങ്ങനെയാണ്, മലബാർ സ്റ്റഡീസ് വരുന്നുണ്ട്, തെരീമിലെ കുടീരങ്ങൾ, നിസ്സഹോന്റെ പഠനങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ മലബാറിനെ കുറിച്ച്, മലബാർ ലിറ്ററസിയും മലബാറിന്റെ കച്ചവട വ്യാപാരവും മലബാറിന്റെ അതൊന്നും എഴുതപ്പെടാത്ത ലോക ചരിത്രത്തിൽ അത് അപൂർവങ്ങളൊന്നും യാത്രാ വിവരണങ്ങളിലാണെങ്കിലും ലോക യാത്രികർക്കിടയിലാണെങ്കിലും ലോക രാജവംശങ്ങളെ കുറിച്ച് പഠിക്കുന്ന ആളാണെങ്കിലും അറ്റ്ലീസ്റ്റ് മുഗളിനെ കുറിച്ച് പഠിക്കുമ്പോഴും ഒട്ടോമനെ കുറിച്ച് പഠിക്കുമ്പോഴും നമ്മുടെ മലബാറുമായിട്ട് ബന്ധമുണ്ട്. കാരണം മമ്പുറം സെയ്ദ് ആലി മംഫറമി തങ്ങളുടെ മകൻ സെയ്ദ് ഫضل പൂക്കോയ തങ്ങൾ, അദ്ദേഹം ഒട്ടോമൻ രാജധാനിയിലെ മലയാളി സാന്നിധ്യമാണ്, ഒരു മലബാറുകാരന്റെ സാന്നിധ്യമാണ്. അദ്ദേഹം ഇവിടെ ജനിച്ച വളർന്ന തങ്ങളാണ്. മാത്രവുമല്ല അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന് വേറൊരു ഹിസ്റ്ററിക്കൽ, അത് നമ്മളെ ഹാദിമുൽ ആലമുൽ അറബിയ, ഷക്കീബ് അർസലാന്റെ പുസ്തകമുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണത്. അപ്പോൾ അതായത് ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് പോകുന്നുണ്ട്, നമ്മുടെ സംസ്കാരങ്ങൾ നമ്മുടെ സംസ്കാരം ഇതാണ് എന്ന് നമ്മൾക്ക് ലോകത്തോട് വിളിച്ചു പറയാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. അതിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താത്ത ഒരു മലയാളിയെ, ഒരു മലബാറുകാരനെ ഇനി മുതൽ ഇവിടെ നിന്ന് കണ്ടുകൂടാ. അത് അത്യന്തം മലബാർ സംസ്കാരത്തിന് ഒരു വേൾഡ് വൈഡ് ഔട്ട്ലുക്ക് ഉണ്ടാകുന്നത്, അത് വളരെയധികം അത് എഫക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും അടിത്തട്ട് നിന്ന് മലബാറിന്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന, അല്ലെങ്കിൽ മലബാർ ജീവിതത്തെ കൃത്യമായി വരച്ച് കാണിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഘോഷങ്ങൾ, നമ്മുടെ പ്രത്യേക ദിവസങ്ങൾ, പ്രത്യേകിച്ച് പറയുമ്പോൾ നമ്മുടെ ഒരു മാസത്തെ റമദാൻ വ്രതത്തിന്റെ സമയം, അതുപോലെ നമ്മുടെ പെരുന്നാളുകൾ, ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, ഇതൊക്കെ നമുക്ക് ഒരായിരം ഓർമ്മകളാണ്. നമ്മുടെ നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ രാവിലെ പെലച്ചൊക്കെ എണീച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ വൈകുന്നേരം വരെ ഒന്നും കഴിക്കാതെ ഇങ്ങനെ കാത്തിരിപ്പാണ് ആ നോമ്പ് തുറയുടെ സമയത്തിന് വേണ്ടിയിട്ട്, ഇഫ്താറിന്റെ സമയത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു 6:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോക്കിൽ ഓരോ സെക്കൻഡ് നീങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ ഹൃദയം ഇങ്ങനെ മിടിച്ചു തുടങ്ങും. അടുക്കളയിൽ നിന്ന് സമൂസയുടെ മണം വരുന്നുണ്ടാവും, കട്ലറ്റിന്റെ മണം വരുന്നുണ്ടാവും. ആ ബാങ്കിന് ഇങ്ങനെ ബാങ്ക് മുട്ടണ സമയത്തുണ്ടാവും മനസ്സിനൊരു പ്രത്യേക കുളിരാണ്. എന്നിട്ട് എല്ലാവരും ഇരുന്നിട്ട് അവിടെയാണ് നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ കെട്ടുറപ്പ്. നമ്മളെല്ലാവരും ഇരുന്നിട്ട് ഇങ്ങനെ നോമ്പ് തുറക്കുമ്പോൾ അവിടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുടുംബപരമായ സാമൂഹികപരമായ ഒരു കോർത്തിണക്കൽ അവിടേക്ക് ഉണ്ടാവുന്നുണ്ട്. അതായത് ഇസ്ലാമിന്റെ ഈ ഒരു ആചാരം, ഇപ്പൊ റമദാനെ കുറിച്ച് പറയുമ്പോൾ തന്നെ റമദാൻ എന്നുള്ളത് നമുക്ക് കേവലമായിട്ട് ഒരു വ്രതമായിട്ട്, കേവലം പട്ടിണി കിടക്കലിന് അപ്പുറം അത് ധാരാളം, അതായത് ആശയങ്ങളുടെ, മൂല്യങ്ങളുടെ ഒരു കൈമാറ്റാണെന്നുള്ളതാണ്. അതായത് അതിൽ നിന്ന് ക്ഷമ തുടങ്ങിയിട്ട് ഇതുപോലെ സാമൂഹിക പ്രതിബദ്ധത തുടങ്ങിയിട്ട് അതുപോലെ തന്നെ
ദൈവത്തോടുള്ള പ്രതിബദ്ധത, ഇത് എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതുപോലെ ഇഫ്താർ മീറ്റിന്റെ കാര്യം, അത് ഇന്നിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയുടെ അതുപോലെ സാമൂഹിക സൗഹാർദ്ദത്തിന്റെ ഒരു വലിയ വേദിയായിട്ട് അത് മാറി എന്നുള്ളതാണ്. പക്ഷെ അത് പലപ്പോഴും എന്ത് ചെയ്യലുണ്ട്, രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുള്ളതാണ്. അല്ല, ഈ ഒരു വിഷയത്തെ കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഈ ഇഫ്താർ മീറ്റ് പോലുള്ള ഈ പ്രതിബദ്ധ വിഷയങ്ങൾ പറഞ്ഞല്ലോ, ഈ സമൂഹത്തിന്റെ പ്രതിബദ്ധത, അതുപോലെ തന്നെ നമുക്ക് നിന്ന് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ ഒരിക്കൽ കോഴിക്കോട് ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സഹചാരി അല്ലെങ്കിൽ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരാൾ, നമ്മുടെ മതസ്ഥനും കൂടിയല്ല, അദ്ദേഹം നമ്മളെ അടുത്ത് വന്നിരുന്നിട്ട് നമ്മളോട് പറഞ്ഞു, എന്നെ അറിയോ ചോദിച്ചു. സ്വാഭാവികമായിട്ട് എനിക്കറിയില്ലല്ലോ, ഞാൻ ആദ്യം ഒരു പ്രോഗ്രാമിന് വേണ്ടി കോഴിക്കോട് പോകണം, കോഴിക്കോട്ടുകാരനല്ല. അപ്പോൾ അദ്ദേഹത്തിനോട് പറയണേ, ഞാൻ എല്ലാ വർഷവും സുന്നത്ത് നോമ്പടക്കം റമദാൻ നോമ്പടക്കം എല്ലാ വർഷവും നോമ്പെടുക്കാറുണ്ട്, ഇതുവരെ മുടങ്ങിയിട്ടില്ല. ഞാൻ അദ്ദേഹത്തോട് അപ്പൊ അദ്ദേഹം പറയാണ് എന്നോട്, ഈ ദൈവത്തിന് സ്വന്തം നാട്ടിൽ ഇങ്ങനെ അനുഷ്ഠിക്കാൻ എന്തോ ഒരു ഭാഗ്യം. അതൊരു മലബാറുകാരൻ, അത് മാപ്പിളയെ കുറിച്ച് പറയാണ്. മാപ്പിളമാർ അത് എത്രത്തോളം ഒരു മലയാളീയതയിലെ മാപ്പിളമാർ എത്രത്തോളമാണ് സ്വാധീനം ചെലുത്തിയത്. അതായത് അന്യമതസ്ഥന്റെ കൾച്ചറിൽ പോലും നമ്മുടെ കൾച്ചറുകളും അവന്റെ മതത്തിൽ നമ്മുടെ പള്ളികൾ ആർക്കിടെക്ചർ സംസാരിച്ചു കഴിഞ്ഞു. ആ ഒരു സാധനം, അത് രണ്ടും പരസ്പരമുള്ള വസ്തുക്കൾ, അതും തനതായ കൾച്ചറിന്റെ പടിവാതിലേക്ക് നിന്ന് ഉത്ഭവിച്ചെടുത്ത സാധനങ്ങൾ, അത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ്. ഓരോ പെരുന്നാളും മുസ്ലിം മലബാരിയുടെ ഒരു മാപ്പിളയുടെ ഒരു മതിരിക്കുന്ന ഓർമ്മയാണ്. പ്രത്യേകിച്ച് നമ്മൾ ചെറിയ പെരുന്നാളാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ റമദാൻ ഇങ്ങനെ കഴിഞ്ഞ് ചെറിയ പെരുന്നാളിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. ഷോപ്പിംഗ് ആയിട്ടും ഡ്രസ്സ് ഷോപ്പിങ്ങിന് പക്ഷേ അവസാനത്തെ 10 ദിവസം ഷോപ്പിംഗ് ഒരു നെഗറ്റീവ് വശം എന്നുള്ളവർക്ക് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു സാധനമാണ്. അതെ, എങ്കിൽ കൂടി അത് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇത് നമ്മള് പെരുന്നാളിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഏതൊരു വ്യക്തിയുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു അവന്റെ ചെറുപ്പകാലം മുതൽ അവൻ ഒരിക്കലും മറക്കാനാകാത്ത ഓർമ്മകൾ സമ്മാനിക്കുന്നതാണ് ഈ പെരുന്നാളിന്റെ രാവിലെ നേരത്തെ എണീച്ച് എണ്ണയിട്ട് കുളിച്ച് ഇങ്ങനെ സുലൈമാനി പോലെ നമ്മൾ പറഞ്ഞു വെച്ചത് പറഞ്ഞ പോലെ നമുക്ക് ഒരു ഓർമ്മകളാണ്. രാവിലെ പുതുവസ്ത്രം ധരിച്ച് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുടുംബ ബന്ധം, കുടുംബക്കാരെ കാണാൻ പോകുന്നത്, അതാണ് എനിക്ക് തോന്നുന്നു പെരുന്നാളിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മുടെ പെരുന്നാളിലൊക്കെ ഈ കൂട്ടുകുടുംബങ്ങളിലൊക്കെ ഉണ്ടാവും. അതായത് 2-3 വീടുകളൊക്കെ അടുത്തുള്ള വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ സാധാരണ ഉണ്ടാകുന്നുണ്ട്. അതായത് ഒരു വീട്ടിലായിരിക്കും അന്നത്തെ മെയിൻ ഭക്ഷണം. അതായത് പള്ളി കഴിഞ്ഞ് വന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു ഭക്ഷണം ഒരു വീട്ടിലായിരിക്കും. പിന്നെ തറവാട് വീടുണ്ടാവും, അവിടുന്ന് ആയിരിക്കും അന്ന് കുളി കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് എണ്ണയിട്ട് കുളിക്കും. അതുവരെ എണ്ണയുടെ ദേഹം മൊത്തം എണ്ണയിട്ട് കുളിക്കുന്ന ഒരു സമ്പ്രദായം പെരുന്നാളിന്റെ സമയത്തുണ്ടാവും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വല്യമ്മാൻ്റെ അടുത്ത് പോയിട്ട് വല്യമ്മ ഉണ്ടാക്കുന്ന തേങ്ങാച്ചോറും ഇറച്ചിക്കറിയും അതുപോലെ തന്നെ ഈ പപ്പടവും കഴിക്കുന്ന ഒരു സീനുണ്ട്. അതൊക്കെ ഒരിക്കലും മറക്കാനാകാത്ത ഓർമ്മ. അതായത് എത്രത്തോളം കാലം, അതായത് എല്ലാ പെരുന്നാളുകളും അനുഷ്ഠിച്ചു പോരുന്ന സംഭവം. എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്നുള്ളത് ചെറുപ്രായത്തിൽ നിന്ന് ബാല്യ മനസ്സുകൾ മുതൽ അത് ഇനി അങ്ങോട്ട് തന്റെ ജീവിതത്തിന്റെ മൊത്തത്തിൽ അത് ഉടനീളം പ്രതിഫലിപ്പിക്കുന്ന ജീവിതത്തിന്റെ ഭാഗമായി മാറി, ദൈനംദിന ജീവിതത്തോട് ഇങ്ങനെ ഇഴകിച്ചേർന്ന്. പക്ഷെ അവിടെ നമ്മള് മറ്റേ പൊതുവെയുള്ള ആഘോഷങ്ങൾ സാധനം പറയുമ്പോൾ ഈ പെരുന്നാള്, പിന്നെ ക്രിസ്മസ്, ഓണം. ഈ ഓണാഘോഷം ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരു ആഘോഷമാണ്. പിന്നെ ക്രിസ്മസ് എന്താണ് ക്രിസ്തു മതമായിട്ട് ബന്ധപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ആഘോഷമാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അത് കേരളീയ ആഘോഷങ്ങളാക്കി മാറ്റപ്പെടാനുള്ള ഓണത്തെ പ്രത്യേകിച്ച് മലയാളിയുടെ ആഘോഷമായിട്ടാണ്. അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണ ഓണത്തിന് നമ്മളൊരു ഇതൊരു മതകീയമായിട്ട് നമ്മൾ പറയാലോ. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഓണത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, സ്കൂളിൽ 10 ദിവസം ലീവ് കൊടുക്കുന്നു. ക്രിസ്മസിന് വ്യത്യസ്തമായ ന്യായങ്ങളാണ് പറയുന്നത്. എന്തായാലും പ്രധാനമായിട്ട് രോഷം അവര് തമാശയായിട്ട് പറയലുണ്ടെന്ന് പറഞ്ഞാല് ഓണത്തിന് സദ്യ തിന്നാനും അല്ലെങ്കിൽ ക്രിസ്മസിന് ഒരു കേക്ക് മുറിച്ച് തിന്നാന് 10 ദിവസം ലീവ്, പെരുന്നാൾക്ക് വലിയ പെരുന്നാൾക്കൊക്കെ വലിയൊരു പൂവത്തിന് അറുത്തിട്ട് അതിന് തിന്നാന് ആകെ 1 ദിവസം ലീവ്. ഒരു തമാശയായിട്ട് പറയുന്ന സാധനമാണ്. പ്രത്യേകിച്ച് നമ്മളെന്ന് പറഞ്ഞാല് ഈ പെരുന്നാൾ സമയം എന്നൊക്കെ പറഞ്ഞാല് മലബാറിലെ മാപ്പിളമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മദ്രസക്കൊക്കെ ഒഴിവുണ്ടാകുന്ന, എന്നിട്ട് വിരുന്ന് പോകാൻ വേണ്ടിയിട്ട് അവർ മാറ്റി വെക്കുന്ന സമയമാണ്. ഇമ്മാൻ്റെ പോയി. അതായത് ഏതൊരാളുടെ മനസ്സിലും ഇതുപോലെ ഈ പെരുന്നാളിന്റെ കൂട്ടം പെരുന്നാളിനോടൊക്കെ ഇഴുകി ചേർന്ന് വരുന്ന ഓർമ്മകളിൽ പെട്ടതാണ് ഇമ്മാൻ്റെ കൂടി പോയിട്ടുള്ള കസിൻസിന്റെ ഒപ്പമുള്ള കളി. ഇതൊക്കെ അവരുമായിട്ട് വരുന്നതാണ്. പക്ഷെ ആ സമയത്തായിരിക്കും 1 ദിവസം ലീവ് അല്ലെങ്കിൽ 2 ദിവസം ലീവ്. ഇതൊക്കെ പ്രാക്ടിക്കലി മാപ്പിള സമൂഹത്തിന് വലിയൊരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണുള്ളത്. നമ്മൾ ഇഫ്താർ മീറ്റിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റ് ചില സൗഹാർദ്ദ കൂട്ടായ്മകൾ നമ്മൾക്കിടയിൽ തന്നെ മറ്റു മതസ്ഥർക്കിടയിൽ അയൽവാസികൾക്കിടയിലൊക്കെ പറഞ്ഞു. ഇതിനൊക്കെ ഒരു അസ്തിത്വം കിടക്കുന്നത് ഇവിടുത്തെ മതസൗഹാർദ്ദത്തിലാണ്, റിലീജിയസ് ഹാർമണി. അതിലപ്പുറം നമുക്ക് എടുത്തു കാണിക്കാൻ, ലോകത്തിന് മുന്നിൽ നമ്മുടെ കൾച്ചറിന് എടുത്തു കാണിക്കാൻ പറ്റിയ വല്ല വസ്തുക്കളും ഉണ്ടെങ്കിൽ അതില്ല എന്നുള്ളതാണ്. കാരണം ഡീപ്ലി റിലീജിയസ്, നമ്മൾ ഇന്ന് ഇന്ത്യ രാഷ്ട്രീയം പ്രവർത്തിക്കുന്നത് പോലെ അതിൻ്റെ രാഷ്ട്രീയ സത്തകൾ പണ്ട് തുടങ്ങിയ പോലെ നമ്മൾക്കിടയിൽ, ഇന്ത്യ എന്നല്ല ഒരു മലബാറുകാരനിടയിൽ ഇവിടുത്തെ ഒരു സത്ത, അത് നമുക്ക് തെക്കൻ നമ്മൾ കേരളത്തെ മൊത്തം കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും മാപ്പിളമാർക്കിടയിൽ അതിൻ്റെ ഒരു അനുഭൂതി അത്രത്തോളം ആഴ്ന്നിറങ്ങിക്കെടുക്കുന്ന സാധനമാണ്. അതിന് അകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാകാം ഇഫ്താറും
അതുപോലെ ആഘോഷങ്ങളും നമ്മൾക്കിടയിലെ ആഘോഷങ്ങൾ അന്യമതസ്ഥയിലേക്ക് പോലും പറയുന്നത്. കാരണം മലബാറിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത ഒന്നാണ് മതസൗഹാർദ്ദം എന്നുള്ളത്. പ്രത്യേകിച്ച് വിദേശികൾ ഒരുപാട് വന്നു, പോർച്ചുഗീസുകാരൻ വന്നു, ഡച്ചുകാരൻ വന്നു, ഫ്രഞ്ചുകാരൻ വന്നു, എല്ലാവരെയും ഇരു കൈകളും നീട്ടി സ്വീകരിച്ച് എല്ലാ പൂമാലയിട്ട് മതങ്ങളെയും പൂമാലയിട്ട് സ്വീകരിച്ച ഒരു മഹത്തായ സംസ്കാരമാണ് മലബാറിന്റെ മണ്ണിൽ തഴച്ചു വളർന്നിട്ടുള്ളത്. ആ ഒരു സാമൂതിരി ആദ്യത്തെ മര്യാദ അതുപോലെ തന്നെയാണ് ഇവിടെ ഇസ്ലാമിക. സ്വഹാബാക്കൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇവർക്ക് കരിക്ക് കൊടുക്കുന്നു. ഇവര് മതമില്ല അന്ന് ഇസ്ലാം ആ മാലിക്ക് നടക്കുമ്പോൾ സ്വഹാബികൾ വരുമ്പോൾ ഇവർ കരിക്ക് കൊടുക്കുന്നു. അപ്പൊ കരിക്ക് കിട്ടിയ മുസ്ലിങ്ങൾ ചോദിക്കരുത് എവിടെ നിന്ന് കിട്ടി, ഇത് ആരുടെ തൊടുന്നു കൊടുത്തതാ, ഇത് ഹലാലാണോ ഹറാമാണോ? ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് അറിയില്ല ഇത് ഹറാമാണോ ഹലാലാണോ എന്ന്. ഇവർ ചിന്തിക്കാൻ തുടങ്ങുകയാണ് ഇതിലെന്തൊക്കെയോ ഉണ്ട്, സംതിങ് ഐഡിയോളജീസ്, എന്തൊക്കെയോ ഈ ആയത്തിൽ ഇറങ്ങി പഠിക്കാനുള്ള വസ്തുതകൾ ഈ കഥകളിലുണ്ട്. അല്ലെങ്കിൽ ഇവർ ചോദിക്കുന്നുണ്ട് ഇവർ ആരൊക്കെയാണ്, ഇവർ സാമൂതിരിയുടെ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ ഇവർ ഈ വന്ന പണ്ഡിതന്മാരെ ആനയിച്ചു കൊണ്ടുപോവുകയാണ്. അന്യമതസ്ഥരാണ്, തൊട്ടുകൂടാൻ നിൽക്കുന്ന കാലഘട്ടമാണ്, അന്യ മനുഷ്യരാണ്. എന്നിട്ടും ഇവർ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കി. ആ മനസ്സിലാക്കലാണ് ചുരുക്കത്തിൽ മാപ്പിളയാക്കിയത്. നമ്മൾ സാമൂതിരിയെ കുറിച്ച് പറയുമ്പോൾ സാമൂതിരിയുടെ മനോഹരമായിട്ടൊരു സാമൂതിരിയെ പറ്റി, അത് എനിക്ക് തോന്നുന്നു അറബി പൊന്നിലും ഈ കഥ ഉദ്ധരിക്കുന്നതായിട്ട് MP മുഹമ്മദ്. അദ്ദേഹം ആ ഒരു കഥ ഉണ്ട്. അതായത് ഒമാനിലെ മസ്കത്തിൽ ഒരു ഉപ്പാക്ക് 2 കുട്ടികളുണ്ട്. 2 കുട്ടികളുള്ള ഈ ഉപ്പ ഈ മക്കളോട് പറയണത്, മക്കളെ ഞാൻ മരിച്ചാല് നിങ്ങൾക്കിത് അധികകാലമൊന്നും കൃത്യമായി തുറന്നു പോകാൻ സാധിക്കൂല. കാരണം വഴക്കടിക്കും, സമ്പത്തിന്റെ മേലില് അനന്തരാവകാശങ്ങളുടെ പേരിൽ നിങ്ങൾ വഴക്കുണ്ടാക്കും. അങ്ങനെ നിങ്ങൾ സ്പ്ലിറ്റ് ആവണം, 2 ഭാഗത്തേക്കും നിങ്ങൾ താമസിക്കണം. അങ്ങനെ ഒരു കുട്ടിയുടെ കയ്യിൽ അത്യാവശ്യം ധനാഢ്യനായ വാപ്പ സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തു വിടുകയാണ്. എന്നിട്ട് ഈ കുട്ടി കുറച്ച് ലോജിക്കലി ഒരു ബ്രില്യൻ്റ് ആയ കുട്ടിയാണ്. ഈ കുട്ടി വിവിധ രാജ്യങ്ങളിലെ രാജാക്കന്മാരെ പോയി കാണണം. അന്നൊക്കെ ഒരു ഇമ്പീരിയലിസവും അതുപോലെ മറ്റു സാധനങ്ങൾക്കുള്ള സമയം കൂടിയാണല്ലോ. അപ്പൊ ഈ കുട്ടി പോയി കാണുന്ന രാജാക്കന്മാർക്കൊക്കെ ഈ കുട്ടി ഒരു ഭരണിയിലാക്കിയിട്ട് സ്വർണ്ണ നാണയം കൊടുക്കും. ഈ കുട്ടി കൊടുക്കുമ്പോൾ പറയാ അച്ചാറാണ് എന്റെ നാട്ടിൽ ഒമാനിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ ഈ കുട്ടി രാജാക്കന്മാർ കൊടുക്കുമ്പോൾ രാജാക്കന്മാർ തുറന്നു നോക്കും, ഇത് അച്ചാറല്ല സ്വർണ്ണ നാണയമാണ്. സ്വത്വത്തിന് വേണ്ടിയിട്ട് അവരതെടുക്കും. കുട്ടിയോട് പറയില്ല ഇതിൽ അച്ചാറല്ല എന്നുള്ളത്. കാരണം മാറി നിന്നതാണെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ, രാജാവല്ലേ, പൊതുസമൂഹത്തിനിടയിൽ അതിന്റെ മൈനസ് വരില്ലേ. പക്ഷെ കുട്ടി അങ്ങനെ സഞ്ചരിച്ച് ലോകം മൊത്തം ധരിച്ച് കുട്ടിക്ക് തൃപ്തിപ്പെടാതെ കുട്ടി സാമൂതിരി അടുക്കൽ കോഴിക്കോട് കടപ്പുറത്ത് വന്നിറങ്ങാണ്. അപ്പോൾ ആ കുട്ടി നേരത്തെ പറഞ്ഞ പോലെ എല്ലാവിധ ആതിഥ്യ മര്യാദകളും ഏറ്റുവാങ്ങി ആ കുട്ടി സാമൂതിരിയുടെ കൊട്ടാരത്തേക്ക് കാലെടുത്ത് വെക്കാണ്. സാമൂതിരി ഹാർദമായി സ്വീകരിക്കുന്നു. കുഞ്ഞാലിമരക്കാരുണ്ട് അവിടെ, ഒരുപാട് മുസ്ലിം. കുട്ടിക്ക് ഒറ്റ നോട്ടത്തിൽ കൊട്ടാരം മനസ്സിലാക്കിയപ്പോൾ കുട്ടിക്ക് മനസ്സിലായി ഇതെന്തോ പ്രത്യേകത ഉണ്ട്. വിവിധ മതങ്ങൾ വസിക്കുന്ന നാട്ടിൽ എങ്ങനെ ഇവർ ഇങ്ങനെ ഇരിക്കുന്നു. കുട്ടി സാധാ പോലെ സ്വർണ്ണ നാണയങ്ങൾ എടുത്തു കൊടുത്തു, അച്ചാറാണെന്ന് പറഞ്ഞു. കുട്ടി പോയി. കുട്ടി തിരിച്ചു വിളിപ്പിച്ചു സാമൂതിരി ചോദിക്കുകയാണ് ഈ എന്തിനാ സ്വർണ്ണ നാണയം, എനിക്ക് അച്ചാർ പറഞ്ഞിട്ടല്ലേ സ്വർണ്ണ. കുട്ടി പറയാണ് ഞാൻ നിങ്ങളെ കണ്ടെത്തിയിരിക്കുന്നു, ഞാൻ സത്യത്തെ കണ്ടെത്തിയിരിക്കുന്നു, ഞാൻ നീതിയെ കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഇവിടെയാണ് എൻ്റെ താമസം. ഞാൻ എൻ്റെ സ്ഥലത്തെ, എൻ്റെ ലക്ഷ്യത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു. അങ്ങനെ ആ കുട്ടി അവിടെ താമസിച്ച് കോഴിക്കോട്ടെ ഒരു കോയ, നമ്മൾ കോയനെ ചരിത്രത്തിലൂടെ വായിച്ചത്, കോയായിട്ട് മാറുന്നത് വരെ അവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ സത്യസന്ധത. അന്യമതസ്ഥനിൽ നിന്ന് അന്യ മുസ്ലിമിനെ ആദരിക്കാൻ ഇവിടുത്തെ ഹിന്ദുക്കൾ മടിച്ചിട്ടില്ല. പൊട്ടിട്ടവനെ ആരാധിക്കാൻ മുസൽമാൻ മടിച്ചിട്ടില്ല. മലപ്പുറം പള്ളി ഉണ്ടാക്കിയത് നമ്പിയാരാണ്. നമ്പിയാരെ ഉണ്ടാക്കിയ പള്ളിയിലും കൊടുത്ത സ്ഥലങ്ങളിലുമാണ് ഇന്നും അവിടെ 5 വക്ത നമസ്കാരവും അവിടെയുള്ള ദീനി കർമ്മങ്ങൾ നടന്നു പോകുന്നത്. ഇത്രയും ഡീറ്റെയിൽ സ്റ്റേറ്റ് ലോകത്തിന് മുന്നിൽ വേൾഡ് വൈഡായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുക, അതാണ് നമ്മൾ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഫുഡും കൾച്ചറൊക്കെ ആണെങ്കിലും അതിൻ്റെയൊക്കെ അടിവാരം കിടക്കുന്നത് റിലീജിയസ് ഹാർമണിയിലൂടെയാണ്. മതസൗഹാർദ്ദത്തിന്റെ വിഷയം എടുക്കുമ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സാമൂതിരി കുഞ്ഞാലിമരക്കാർ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ പറഞ്ഞതുപോലെ വളരെ എടുത്തു പറയേണ്ട, ഒഴിച്ചുകൂടാനാവാത്ത ഒരു വ്യക്തിത്വമാണ് നമ്മുടെ മമ്പറം തങ്ങൾ. അത് കേരളീയ ആധുനികതയിൽ നവോത്ഥാനത്തിന്റെ വിഷയത്തിൽ ഗുരുവിനെ എടുത്തു കാണിക്കുന്നുണ്ടെങ്കിലും ഗുരുവിനേക്കാൾ മുമ്പ് കേരളത്തിൽ നവോത്ഥാനം കൊണ്ടുവന്ന ഒരു പക്ഷെ മമ്പുറം തങ്ങളായിരിക്കും. കേരളത്തിന്റെ നവോത്ഥാന യാഥാർത്ഥ്യം ചരിത്രത്തിൽ കൂടിയാണ്. ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും പഴശ്ശിരാജയുടെയൊക്കെ പേരുകൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കും. എന്നാൽ വളരെയധികം വിചിത്രമായ വർണ്ണ വൈജാത്യങ്ങൾ നിലനിൽക്കുന്ന മലബാർ സമൂഹത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്ത മമ്പുറ തങ്ങളെ എത്ര തവണ നമ്മൾ കേരള ഹിസ്റ്ററിയിൽ ആ കണ്ടിട്ടുണ്ട്. നവോത്ഥാനം പേടിച്ചിട്ടാണ് ബ്രിട്ടീഷുകാർ ഫضل പൂക്കോയ തങ്ങളെ നാട് കടത്തുന്നത്. പക്ഷെ ഫضل പൂക്കോയ തങ്ങൾ ഇത് ഗ്ലോബൽ മുസ്ലിം പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഒരുപാട് തവണ മലബാറിലേക്ക് തിരിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ വസ്തുവിനെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് ആത്മീയപ്പെട്ട് തിരിച്ചറിഞ്ഞു. ഈ അടുത്തായിട്ടാണ് അദ്ദേഹത്തിന്റെ സ്റ്റഡികളൊക്കെ പുറത്തിറങ്ങിയതെന്ന് ഓർമ്മിക്കേണ്ട വസ്തുത കൂടിയിട്ടാണ്. പോർച്ചുഗീസുകാരനെതിരെയുള്ള ആദ്യത്തെ യുദ്ധകാഹളം മുഴങ്ങുന്നത് സൈനുദ്ദീൻ മഖ്ദൂം. അതേ പറയാം, ഈ സാമൂതിരി
ജനങ്ങളോട് കാണിച്ച അല്ലെങ്കിൽ ആ ഒരു മതസൗഹാർദ്ദം എല്ലാവരെയും കൂട്ടിപ്പിടിച്ച ആ ഒരു മൂപ്പരുടെ സ്വഭാവത്തിനൊരു പ്രതിഫലമായിട്ടേക്കാരം ഒരു പക്ഷേ സാമുദ്രിക്കെതിരെ പോർച്ചുഗീസുകാർ യുദ്ധത്തിന് വരുമ്പോൾ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ പൊന്നാനിയിലെ പള്ളിയുടെ മെഹ്റാബിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യണത്, യുദ്ധത്തിന് കാഹളം വെക്കുന്നത്. അദ്ദേഹം കിതാബ് എഴുതി തെഹ്രീർ അഹ്ലിൽ ഈമാൻ അല ജിഹാദ് അബ്ദുൽ സൽബാൻ എന്ന് പറഞ്ഞാണ്ട് പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യണമെന്ന് ഒരു മുസ്ലിങ്ങളുടെ ആധ്യാത്മിക നേതാവ് സ്വന്തം അനുയായികളോട് എന്ത് ചെയ്യാണ് കൽപ്പിക്കുന്ന രീതിയിലേക്ക് ഗ്രൗണ്ട് ലെവലിലും അതേപോലെ അധികാരത്തിന്റെ ലെവലിലും എന്ത് ചെയ്യേണ്ടി ഈ ഒരു മതസൗഹാർദ്ദം പ്രതിഫലിച്ച് കാണുന്നുണ്ട്. ഓവറോൾ ആയിട്ട് കിതാബ് രഹലയിലെ ബത്തൂത്ത അത്ഭുതപ്പെട്ട് ചോദിക്കാണ്, എന്ത് നാടാണിത്? ഇവിടെ ഒരുപാട് മതങ്ങൾ ജീവിക്കുന്നുണ്ടല്ലോ, അവർക്കിടയിൽ കലഹങ്ങളില്ലല്ലോ. ഞാൻ കാണുന്ന നാടിന്റെ യഥാർത്ഥ്യങ്ങൾ എന്താണ്? ഡൽഹിയിൽ വരാണ് മൂപ്പര്. ഡൽഹിയിൽ മതങ്ങൾ തമ്മിൽ കലഹം ഉണ്ടാവില്ല, സ്വാഭാവികമാണ്. കാരണം അവിടെ രജപുത്രന്മാരും മുഗളന്മാരും അതീവ ബന്ധത്തിലാണ്. അദ്ദേഹം ഇങ്ങോട്ട് വരുമ്പോൾ മുഗളന്മാരല്ല ഇവിടെ. എന്നിട്ടും സ്വന്തം സംസ്കാരത്തിൽ അതിൽ കൃത്യമായി ഊന്നിക്കൊണ്ട് വ്യത്യസ്ത മതങ്ങൾ ആചരിക്കാൻ, അനുഷ്ഠിക്കാൻ, എക്സ്പ്രഷൻ, അത് എന്ത് നിലക്കും ഫ്രീഡം കൊടുക്കുന്ന ഒരു സംസ്ഥാന ഒരു മലബാറിനെ, ഒരു കേരളത്തെ, ഒരു മലയാളത്തെ ഞാൻ കണ്ടു എന്ന് അദ്ദേഹം കൃത്യമായിട്ട് രഹയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഈ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പറയാറുണ്ട്, എതിരാളികൾ എപ്പോഴും പറയുന്നതുണ്ട് ഇസ്ലാം വളർന്നത് വാളുകൊണ്ടാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കും, ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാം വളർന്നത് അതിൻ്റെ ഈ അന്തസത്ത, അതിൻ്റെ സൗഹാർദ്ദത്താലും ഇക്വിറ്റിയാലും തന്നെയാണ്. നമ്മുടെ അതെ. ചർച്ചയിലെ അവസാനമായിട്ട് നമ്മൾ പറഞ്ഞെത്തിയിരിക്കുന്നത് നമ്മുടെ സംസ്കാരം എവിടെയോ നഷ്ടപ്പെട്ടു പോയ ഈ മലബാറിന്റെ സംസ്കാരം തീർച്ചയായും നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട്. ജോസ് അന്നൻകുട്ടി ജോസ് തൻ്റെ ഏതോ പുസ്തകത്തിൽ എഴുതി വെക്കുന്നുണ്ട്, തിരിച്ചെടുക്കാൻ പറ്റാത്തതായിട്ട്, വീണ്ടെടുക്കാൻ കഴിയാത്തതായിട്ട് ജീവിതത്തിൽ ഒന്നുമില്ല. ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഈ കൈപുസ്തകത്തിന്റെ ഏതോ ഒരു താളുകളിൽ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ പൈതൃകം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അവയൊന്ന് പൊടി തട്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്കുള്ള, നമ്മുടെ ഭാവിയിലേക്കുള്ള പുതിയൊരു പാതയാണ് അവിടെ തുറക്കപ്പെടുന്നത്. മലബാർ മുസ്ലിങ്ങളുടെ കാര്യത്തിലും ഇതേ വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. നമ്മുടെ നഷ്ടപ്പെട്ടു പോയ പാരമ്പര്യം, പൈതൃകം, പാശ്ചാത്യന്റെ സംസ്കാരം കണ്ട് പ്രലോഭിതരായി സ്വന്തം സംസ്കാരത്തെ മറന്ന ഇന്നത്തെ മലബാറിലെ മാപ്പിളമാർ സ്വന്തം സംസ്കാര തനിമയിൽ ഊന്നിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവണം എന്നുള്ളതാണ് ഇതുവരെ പറഞ്ഞതിന്റെ സാരാംശം. അതായത് എല്ലാം തികഞ്ഞ ഒരു മാപ്പിളയെ ഇനി മുതൽ ലോകം കാണട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ഉദ്ദേശിക്കുന്നു.